السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഇന്നത്തെ ഈ ഒരു സമയം അല്ലാഹുവിൻ്റെ റഹ്മത്താകുന്ന മഴ ഭൂമിയോട് ഉമ്മ വെച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിലും അല്ലാഹുവിൻ്റെ ദീനിൻ്റെ മജ്ലിസ് ഒരുമിച്ച് കൂട്ടി ഈ ഒരു സദസ്സിൽ വളരെ ഗൗരവപ്പെട്ട ചില വിഷയങ്ങളെ ചർച്ച ചെയ്യണമെന്ന നെയ്യത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായ കർമ്മമായി ഇതിനെ സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധ ദീനുൽ ഇസ്ലാം വ്യക്തമായ വഴികൾ മനുഷ്യന്റെ മുന്നിലേക്ക് തെളിയിച്ചിട്ടുള്ള മതമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് വിട പറയുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹജ്ജിന്റെ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചൊരു വാക്കാണ്, തറക്തു ഫീക്കും അംറൈനി ലം തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത്തു റസൂലി. രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിട്ടേറ്റു പോകുന്നുണ്ട്. ആ രണ്ടെണ്ണത്തിന് നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ വഴിപിഴക്കുകയില്ല, നിങ്ങൾ പേടിക്കേണ്ടി വരികയില്ല എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഒന്ന് കിതാബല്ലാഹ്, അള്ളാഹുവിന്റെ കിതാബാണ്, പരിശുദ്ധ ഖുർആനാണ്. രണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. ഈ രണ്ടെണ്ണത്തിന് മുറുകെ പിടിക്കുന്ന ആളുകൾക്ക് നാളെ റബ്ബിന്റെ കോടതിയിൽ വിജയം നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും മർമ്മപ്രധാനമായ വിഷയം.
നമ്മളിവിടെ ഒരുമിച്ച് കൂടുന്നതും ഇതുപോലെ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നതും നമ്മൾ നമസ്കരിക്കുന്നതും ഇബാദത്തുകളിൽ മുഴുകുന്നതുമൊക്കെ വിശ്വാസ രംഗത്തുള്ള പിഴവുകൾ തിരുത്തണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ വരാനിരിക്കുന്ന ഒരു ലോകത്തെ കുറിച്ച് ആലോചിക്കുന്നിടത്താണ്. നമ്മുടെ നാടുകളിൽ ഒരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്. ഭൗതികമായ ലക്ഷ്യത്തോടു കൂടിയാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ ഭൂരിപക്ഷവും ആളുകളും പ്രവർത്തിക്കുക. ഭൗതികമായ നേട്ടങ്ങളാണ്, അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ ഒരു നിലനിൽപ്പിന്റെ കാര്യത്തിലായിരിക്കും അവരുടേതായ ചലനങ്ങൾ. ആവശ്യമാണ്, ഭൂമിക്ക് നമ്മുടെ നാടുകളിൽ ആവശ്യമുള്ള ചർച്ചകളാണ്, അത് വേറെ വിഷയം. പക്ഷേ നമ്മൾ ഇതുപോലെയുള്ള വിജ്ഞാനത്തിന്റെ സദസ്സുകൾ സംഘടിപ്പിക്കുന്നതും ഒരുമിച്ച് കൂടുന്നതുമൊക്കെ നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടത് നാളെ റബ്ബിന്റെ കോടതിയിൽ നമ്മൾ പരാജയപ്പെട്ടുകൂടാ. അത് പരാജയപ്പെടാതിരിക്കാൻ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസ രംഗത്തോ കർമ്മങ്ങളിലോ നമ്മുടെ സ്വഭാവങ്ങളിലോ വല്ല ദൂഷ്യങ്ങളും വന്നുകൂടാ എന്ന കൃത്യമായ ചിന്തയോടുകൂടിയാണ് നമ്മൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വിജ്ഞാന സദസ്സുകളൊക്കെ നമ്മൾ സംഘടിപ്പിക്കാറുള്ളത്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇത് ഇഹലോകത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു സദസ്സല്ല എന്നുള്ളത് നമ്മൾ അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ട വിഷയം. തികച്ചും നാളെ റബ്ബിന്റെ കോടതിയിൽ വിജയിക്കണം എന്ന നിയ്യത്ത് മാത്രമാണ് നമ്മൾ ഈ സംസാരിക്കുന്നതും കേൾക്കുന്നിടത്തൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും പഠിപ്പിച്ചത് മരണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏത് സമയത്തും കടന്നു വന്നേക്കാം, ഏത് സമയത്തും മരണം കടന്നു വന്നേക്കാം. പക്ഷേ ആ മരണം മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ പരാജയപ്പെട്ടവനായി ഭൂമിയിൽ നിന്ന് യാത്ര പറഞ്ഞുകൂടാ. വിശ്വാസ രംഗങ്ങളിൽ പിഴവുകൾ സംഭവിച്ചവനായി ഭൂമിയിൽ നിന്ന് നമ്മൾ യാത്ര പറഞ്ഞുകൂടാ. നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് എത്തുന്ന സമയത്ത് ഞാൻ അറിഞ്ഞില്ല, ഞാൻ കേട്ടില്ല, മനസ്സിലാക്കിയില്ല എന്ന് പറയാൻ ആർക്കും സാധ്യമല്ലാത്ത വിധം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായി നമ്മൾ ഉൾക്കൊള്ളേണ്ട മാർഗങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ചില കാര്യങ്ങൾ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മരിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ പാതേയമായി വേണ്ട ഗൗരവമേറിയ ചില വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, അക്സിറു സിക്റ ഹാദിമിൽ ലദ്ദാത്തിൽ മൗത്ത്. നിങ്ങൾ ധാരാളമായി മരണത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണമെന്നാണ്. മരണത്തെ നിങ്ങൾ ധാരാളം ഓർക്കണം. എന്തിനാണ് മരണത്തെ ഓർക്കുന്നത്? മരണത്തെ ഓർക്കുന്നത് നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ മരണചിന്തയിലൂടെ കഴിയുമെന്നാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് ഉറപ്പാണ്. ഈ ഇരിക്കുന്ന നമ്മൾ നാളെ ആരൊക്കെ ജീവിച്ചിരിക്കും, അല്ലെങ്കിൽ നാളെ രാവിലെ വരുന്ന വാർത്തകൾ, വാട്സപ്പിന്റെ ഗ്രൂപ്പുകളിൽ വരുന്ന ചർച്ചകൾ ഒരുപക്ഷെ നമ്മുടെ മരണത്തെ സംബന്ധിച്ചുള്ള ചർച്ചകളായേക്കാം. ഇന്ന് നമ്മുടെ നാടുകളിൽ ഇന്നാലില്ലാഹിയുടെ സ്റ്റിക്കർ ഇടുന്ന സ്വഭാവം നമ്മുടെ നാട്ടിലുണ്ട്. നാളെ ഒരു പക്ഷെ നമ്മുടെ പേരിന്റെ ചുവട്ടിലായിരിക്കാം ആളുകൾ ആ സ്റ്റിക്കർ ഇടുന്നതും, അല്ലെങ്കിൽ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ആളുകൾ ചൊല്ലുന്നതും നമ്മുടെ മരണ വാർത്ത കേട്ടിട്ടായിരിക്കാം. സഹോദരങ്ങളെ, ഇത് ഏത് സെക്കൻഡിലും ഏത് സമയത്തും നടക്കാനുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, നാളെ നിങ്ങൾ എവിടെ വെച്ച് മരിക്കുമെന്ന് പറയാൻ നിങ്ങൾക്ക് സാധ്യമല്ല. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്ത്. നാളെ നിങ്ങൾ എന്ത് പ്രവർത്തിക്കും നിങ്ങൾക്ക് പറയാൻ പറ്റും? നാളെ നിങ്ങൾ എവിടെ വെച്ച് ഏത് രൂപത്തിൽ മരിക്കുമെന്ന് മനുഷ്യന് പറയാൻ സാധ്യമല്ല. ഇത് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ആ മരണം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ജീവിതം, പിന്നെ ഈ ദുനിയാവിലെ ജീവിതത്തിൽ പിഴവുകളില്ലാതെ ഞാൻ എൻ്റെ വിശ്വാസ രംഗത്തെയും കർമ്മങ്ങളെയും ഞാൻ സജീവമാക്കിയിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ ദീൻ എന്താണെന്ന് പഠിക്കണം. പ്രധാനമായും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്താണെന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് മാത്രമാണ് ഇബാദത്തുകളിലും മറ്റു കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് ഫഅലം, നിങ്ങൾ അറിയണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണെന്ന് നിങ്ങൾ അറിയണം. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്താണ് മുഹമ്മദുർ റസൂലുള്ളാഹ്? ഇതറിയണം. ഇതെങ്ങനെ അറിയേണ്ടത്? അതിനുള്ള വേദഗ്രന്ഥമായി അള്ളാഹു അവതരിപ്പിച്ചതാണ് പരിശുദ്ധ ഖുർആനിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സുന്നത്തിനെയും. ഇതിനെങ്ങനെ മനസ്സിലാക്കണം ഈ ഖുർആനിനെയും സുന്നത്തിനെയും? നമ്മുടെ ഇഷ്ടത്തിന് വ്യാഖ്യാനിക്കാൻ പറ്റുമോ? നമ്മുടെ ഇഷ്ടത്തിന് വിശദീകരിക്കാൻ പറ്റുമോ? ഇല്ല.
അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് പരിശുദ്ധ ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്തത്. ആ ഖുർആനിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് എങ്ങനെ വിശദീകരിച്ചു കൊടുത്തു, അത് സ്വഹാബത്ത് എങ്ങനെയാണ് റസൂലിൽ നിന്ന് മനസ്സിലാക്കിയത്, അതെങ്ങനെയാണ് അള്ളാന്റെ റസൂലിൽ നിന്ന് സ്വഹാബത്ത് മനസ്സിലാക്കിയിട്ട് അവരെങ്ങനെയാണ് ആ ആയത്തിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയത്, ഇതാണ് ഇസ്ലാമികമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട മനസ്സിലാക്കേണ്ട വിഷയം. ഇപ്പൊ നമ്മുടെ നാടുകളിൽ അഹ്ലുസുന്ന വൽ ജമാഅ നമ്മുടെ നാടുകളിൽ ചർച്ചയാകുന്ന ഒരു വിഷയമാണ്. ആരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ? നമ്മുടെ നാട്ടിലുള്ള എല്ലാ സംഘടനകളും പറയും ഞങ്ങളാണ് അഹ്ലുസുന്നന്റെ ആൾക്കാര്, ഞങ്ങളാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നുള്ളത്. എന്താണ് ഈ അഹ്ലുസുന്നത്തി വൽ ജമാഅ? നോക്കൂ, നിങ്ങൾ വ്യത്യസ്ത പേരുകളിൽ ഈ സംഘത്തെക്കുറിച്ച് അറിയപ്പെടുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. ഒന്ന്, അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന പേരിൽ അറിയപ്പെടുന്ന അതേ സംഘത്തിന് പറയുന്ന മറ്റൊരു പേരാണ് ഫിർഖത്തുൻ നാജിയ, വിജയിക്കുന്ന കക്ഷി എന്നാണ് അവരെ കുറിച്ച് പറയാം. മറ്റൊരു പേരാണ് ത്വാഇഫത്തുൽ മൻസൂറ, അള്ളാഹുവിന്റെ സഹായം നിരന്തരമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കക്ഷിയുണ്ടെങ്കിൽ അത് ത്വാഇഫത്തുൽ മൻസൂറയാണ്. നാളെ റബ്ബിന്റെ കോടതിയിൽ വിജയിക്കുന്ന കക്ഷി അവരായിരിക്കും. അതുകൊണ്ട് ആരാണിവർ, എന്താണ് ഇവരുടെ പ്രത്യേകത? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നെ ജൂതന്മാരും ക്രിസ്ത്യാനികളും 72 കക്ഷികളായി ഭിന്നിച്ചിരിക്കുന്നു. യഹൂദികളും നസ്വാറാക്കളും 72 കക്ഷികളായി ഭിന്നിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി പറഞ്ഞ വാക്കെന്താ? ഫസതഫ്തരിഖു ഉമ്മത്തി അലാ 73 ഫിർഖ, എന്റെ ഉമ്മത്ത് 73 കക്ഷികളായി ഭിന്നിക്കുക തന്നെ ചെയ്യും. എണ്ണത്തിൽ കുറയല്ല, ഉമ്മത്തൊന്ന് കൂടുക. യഹൂദികളും നസ്വാറാക്കളും 72 ആയെങ്കിൽ എന്റെ ഉമ്മത്ത് 73 കക്ഷികളായി ഭിന്നിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലാണ്, എല്ലാ കക്ഷികളും നരകത്തിലാണ്. ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരു വിഭാഗം ഒഴികെ, ഒരു കക്ഷി ഒഴികെ. ആ കക്ഷി ആരാണ്? ആ കക്ഷിയുടെ പ്രത്യേകത എന്താണ്? സ്വഹാബത്ത് റസൂലുള്ളാഹിനോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, വമാ ഹിയ തിൽകൽ ഫിർഖ യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലെ, ഈ ഫിർഖത്ത്, ഈ സ്വർഗത്തിലേക്ക് പോകുന്ന ഫിർഖത്ത് ആരാണ് നബിയെ? സ്വർഗത്തിലേക്ക് പോകുന്ന കക്ഷി ആരാണ് റസൂലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ്, സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു കക്ഷി എന്ന് പറഞ്ഞാൽ അവരാരാണ്? അതേതെങ്കിലും ഒരു സംഘടനയുടെ പേരല്ല റസൂലുള്ളാഹി പറഞ്ഞത്, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഭാവത്തെ പരിചയപ്പെടുത്തുകയാണ്. ആ സ്വഭാവം ഏതാണ്? മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, മാ അന അലൈഹിൽ യൗം, ഇന്നത്തെ ദിവസം ഞാൻ കാണിച്ച വഴിയിൽ സഞ്ചരിക്കുന്നവർ, അതേപോലെ തന്നെ വഅസ്ഹാബി, എന്റെ സ്വഹാബത്തും ഏതൊരു വഴിയിലാണോ ആ വഴിയിൽ മരിക്കുന്നത് വരെ നിലകൊള്ളുന്നവർ ആരാണോ അവരാണ് വിജയിക്കുന്ന കക്ഷി, അവരാണ് രക്ഷപ്പെടുന്ന വിഭാഗം, അവരാണ് രക്ഷയുടെ ഖൗമ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഇവിടെ പറഞ്ഞ അഹ്ലുസ് സുന്ന, അതാണ് റസൂലുള്ളാഹിന്റെ ചര്യ, അതാണ് റസൂലുള്ളാഹിന്റെ ചര്യ. വഅസ്ഹാബി, അതാണ് വൽ ജമാഅ എന്ന് പറഞ്ഞാൽ റസൂലും സ്വഹാബത്തും എങ്ങനെ ജീവിതത്തിൽ വിശ്വാസത്തെയും കർമ്മങ്ങളെയും നമ്മുടെ ജീവിതത്തെ എങ്ങനെ ജീവിക്കണമെന്ന് കാണിച്ചു തന്നോ അതേ പ്രകാരം ജീവിക്കുമ്പോഴാണ് നമ്മൾ ഈ പറയപ്പെട്ട വിഭാഗത്തിലായി നമ്മൾ മാറുക. ഇതാണ് അള്ളാന്റെ ദീന്, ഇതാണ് അള്ളാന്റെ ദീന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുന്നാസി ഖർനി, ഉത്തമരായ തലമുറ എന്റെ തലമുറയാണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അതിനെടുത്ത തലമുറയാണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അതിനെടുത്ത തലമുറയാണ്. ഇവിടെ 3 തലമുറ പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് എന്റെ തലമുറ, അത് സ്വഹാബത്താണ്, മനസ്സിലായോ? രണ്ടാമത്തെ തലമുറ ആരാ? സുമ്മല്ലദീന യലൂനഹും, അത് താബീങ്ങളാണ്. മൂന്നാമത്തെ തലമുറ അല്ലെങ്കിൽ മൂന്നാമത്തെ വിഭാഗം അത് തബഉ താബീങ്ങളാണ്. ഈ ആളുകൾ കാണിച്ചു തന്ന വഴി ഏതാണോ ആ വഴിയാണ് ഇസ്ലാം തെളിയിക്കുന്ന വഴി. ഖുർആനും സുന്നത്തും ഇവർ ജീവിച്ച് കാണിച്ചു തന്നതുപോലെ ജീവിക്കലാണ് ഒരു വിശ്വാസിക്ക് വിജയിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച വചനം അതുമായി ബന്ധപ്പെട്ട വചനാണ്.
പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു വമൻ യുശാഖിഖിർ റസൂൽ, വമൻ യുശാഖിഖിർ റസൂൽ, ആരാണോ അല്ലാഹുവിന്റെ റസൂലിന് എതിര് പ്രവർത്തിക്കുന്നത്, മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, സന്മാർഗം അവർക്ക് വന്നു കിട്ടിയതിന് ശേഷവും, സന്മാർഗം കിട്ടിയിട്ടും വീണ്ടും ആരാണോ റസൂലുള്ളാഹിക്ക് എതിര് പ്രവർത്തിക്കുന്നത്, ഇവിടെ പറഞ്ഞ സന്മാർഗം ഏതാ? ഖുർആനും സുന്നത്തുമാകുന്ന സന്മാർഗം ഒരാൾക്ക് ലഭിച്ചിട്ടും സംശയങ്ങളുള്ള വിഷയങ്ങൾക്ക് അല്ലെങ്കിൽ നാട്ടിൽ ചർച്ചയുള്ള വിഷയങ്ങൾക്ക് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും തെളിവ് കിട്ടിയിട്ടും വീണ്ടും ആ തെളിവിനെതിരെ ജീവിക്കുന്ന ആളുകളെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്. ഹുദ അവർക്ക് വന്നു കിട്ടിയിട്ടും സന്മാർഗം അവർക്ക് കിട്ടിയിട്ടും അള്ളാന്റെ റസൂലിന് ആരെങ്കിലും എതിര് പ്രവർത്തിച്ചാൽ മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ചര്യക്കെതിരായ ഒരു ചര്യ സ്വീകരിക്കുകയും ചെയ്താൽ, ഇവിടെ ആരാ മുഅ്മിൻ? ഈ ആയത്തിൽ പറഞ്ഞ മുഅ്മിൻ സ്വഹാബികളാണ്. കാരണം ഈ ആയത്ത് ഇറങ്ങുമ്പോൾ അവിടെ മുഅ്മിനീങ്ങൾ ആരാ? സ്വഹാബികളാണ്. അതുകൊണ്ട് തന്നെ സ്വഹാബത്തിന് എതിരായ അല്ലെങ്കിൽ സ്വഹാബത്തിന്റെ ചര്യയല്ലാത്ത മറ്റൊരു ചര്യ ആരെങ്കിലും സ്വീകരിക്കുകയും ചെയ്താൽ, ഖുർആനും സുന്നത്തും അല്ലാഹുവും റസൂലും പഠിപ്പിച്ചത് സ്വഹാബത്ത് എങ്ങനെ ഉൾക്കൊണ്ടുവോ അത് സ്വീകരിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ആയത്തുകളെയും ഹദീസുകളെയും മറച്ചു വെച്ചും വ്യാഖ്യാനിച്ചും നാട്ടിലുള്ളവർക്ക് ദീന് വ്യക്തമായി പഠിപ്പിച്ചു കൊടുക്കാതെയും തോന്നിയ പോലെ ആരെങ്കിലും സ്വീകരിച്ചാൽ അല്ലാഹു പറഞ്ഞത് നുവല്ലിഹി മാ തവല്ല, അവർ തിരിഞ്ഞിടത്തേക്ക് നാം അവരെ തിരിച്ചു വിടുന്നതാണ്. വനുസ്ലിഹി ജഹന്നമ, അങ്ങനെ അവരെത്തുന്നത് നരകത്തിലായിരിക്കും. നരകം എത്ര ഭയാനകരമാണ്, നരകം എത്ര മോശമായ താവളമാണ് എന്നല്ലാഹു ഓർമ്മപ്പെടുത്തുക. മനസ്സിലായോ? അപ്പൊ ഇവിടെ എല്ലാ വിഷയത്തിലും ഏത് കാര്യത്തിലും നമ്മൾ എന്തിനെയാണ് ഫോളോ ചെയ്യേണ്ടത്? അത് ഖുർആനും സുന്നത്തുമാവണം. അത് സ്വഹാബത്ത് നമുക്ക് കാണിച്ചു തന്നതുപോലെയാവണം. സ്വഹാബത്ത് എന്നത് ഒരു നിസ്സാര തലമുറയല്ല. അള്ളാന്റെ റസൂലിന്റെ കൂടെ ജീവിച്ചവരാണവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗമുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബികളെ റസൂലുള്ള എണ്ണി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വീക്ഷണ പ്രകാരം മുഴുവൻ സ്വഹാബികളും സ്വർഗത്തിലാണ്. മുഴുവൻ സ്വഹാബികളും സ്വർഗത്തിലാണ്. ആ സ്വഹാബികളുടെ ചര്യയെ കുറിച്ച് അല്ലാഹു പറഞ്ഞല്ലോ. നോക്കൂ നിങ്ങൾ, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസ്വാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദൂ അൻ. സ്വഹാബത്തിനെ പിൻപറ്റി ജീവിക്കുന്നവരെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് റളിയല്ലാഹു അൻഹും വറദൂ അൻ. അവർ അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടു, അല്ലാഹു അവരെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അവർക്ക് താഴ്ഭാഗത്ത് കൂടി അഴിവുകൾ ഒഴുകുന്ന സ്വർഗത്തോപ്പ് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞ ഫളലുകളാണ്. അപ്പൊ അങ്ങനെയുള്ള സ്വഹാബത്തിന്റെ ചര്യ പിൻപറ്റി ജീവിക്കണം. ആ സ്വഹാബത്ത് ഏത് വിഷയത്തിൽ എന്ത് പഠിപ്പിച്ചു, എങ്ങനെ ജീവിച്ച് കാണിച്ചു തന്നോ ആ ജീവിത ശൈലിയിലേക്ക് ഖുർആനിനെയും സുന്നത്തിനെയും ഫോളോ ചെയ്തുകൊണ്ട് ജീവിക്കലാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും നല്ല തെളിമയാർന്ന വഴി എന്നുള്ളൊരു തിരിച്ചറിവാണ് സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മളെ സ്വർഗത്തിലേക്ക് നയിക്കുക. ഇപ്പൊ നോക്കൂ നിങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങളിൽ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഏറ്റവും കാലികമായി നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ട മർമ്മമായ ഒരു വിഷയമാണ് സിയാറത്തുമായി ബന്ധപ്പെട്ട വിഷയം. എല്ലാ വിഷയങ്ങളും നമ്മൾ ഖുർആനിനെയും സുന്നത്തിനെയുമാണ് ഫോളോ ചെയ്യേണ്ടത്. അത് സ്വഹാബത്ത് എങ്ങനെ പഠിപ്പിച്ചിരുന്നോ അത് പ്രകാരമാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. എന്നാൽ ഇസ്ലാമിൽ ഖബറുമായി ബന്ധപ്പെട്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? ഖബർ സിയാറത്ത് ഇസ്ലാമിൽ ഉണ്ടോ? അത് സുന്നത്താണോ? അങ്ങനെ സിയാറത്ത് ഉണ്ടെങ്കിൽ തന്നെ ഏത് തരത്തിലാണ് സിയാറത്ത് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്? ഏത് തരത്തിലാണെന്ന് നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? അതേപോലെ തന്നെ ഖബറുമായി ബന്ധപ്പെട്ട നേർച്ച പോലെ ഉറൂസ് പോലെയുള്ള ആചാരങ്ങൾക്ക് ഇസ്ലാമിക പ്രമാണങ്ങളിൽ വല്ല തെളിവുകളുമുണ്ടോ? പല ഖബറുകളും വലിയകളുടെ കറാമത്തുകളുടെ മഹത്വം അനുസരിച്ചാണ് പല ഖബറുകൾക്കും പിന്നെ ഉയർച്ചയും താഴ്ചയും മനസ്സിലാക്കുന്നത്. അവർക്ക് ഇന്ന ശൈഖ് ഇന്ന മഹാനാണ്, ആ മഹാൻക്കനുസരിച്ചാണ് ആളുകൾ ഖബറിലേക്ക് പോകുന്നതും ആ സിയാറത്തിന്റെ പേര് പറഞ്ഞ ആളുകൾ എത്തുന്നതുമൊക്കെ. നോക്കൂ നിങ്ങൾ, ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിൽ ഖബർ സിയാറത്തുണ്ട്. ഇത് അടിവരയിട്ട് മനസ്സിലാക്കേണ്ട വിഷയ. ഇസ്ലാമിൽ ഖബർ സിയാറത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഖബർ സിയാറത്തുണ്ട്.
ഇസ്ലാം വിലക്കിയ ഒരു സംഭവമല്ല. ഒരു കാലത്ത് വിലക്കിയിരുന്നു, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അനുവദിച്ചു കൊടുക്കുകയും ചെയ്തത് ചരിത്രത്തിൽ നമുക്ക് കാണാം. രണ്ട് കാരണങ്ങൾ കൊണ്ട്, രണ്ട് കാരണത്തിനാണ് ഖബർ സിയാറത്തിന് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അദ്ദേഹം വിശദീകരിക്കുന്നത്, നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ ഫസൂറുഹാ ഇന്നഹാ തുദക്കിറുകുമുൽ മൗതാ. ഹദീസിൽ കാണാം, കുൻതു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ, നിങ്ങൾക്ക് ഖബർ സിയാറത്തിനെ നാം വിലക്കിയിരുന്നു, അതിനെ നിങ്ങൾക്ക് തടഞ്ഞിരുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതുകൊണ്ട് മാറ്റുകയാണ്, ഫസൂറുഹാ, ഇപ്പൊ നിങ്ങൾ ഖബറിനെ സിയാറത്ത് ചെയ്തു കൊള്ളുക. ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗതാ. എന്തിനാണ് ഖബർ സിയാറത്ത്? ഇന്നഹാ തുദക്കിറുകുമുൽ മൗതാ, നിങ്ങൾക്ക് ഖബറിനെ കുറിച്ചുള്ള, ഖബറിലേക്ക് നിങ്ങൾ സിയാറത്ത് ചെയ്യുമ്പോ മരണത്തെ കുറിച്ചുള്ള വിചാരം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവാനാണ്. മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ നിങ്ങൾക്ക് കടന്നു വരാനാണ് ഖബർ സിയാറത്ത് നിങ്ങൾക്ക് പുണ്യമാക്കിയത്, അല്ലെങ്കിൽ സുന്നത്താക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതേപോലെ തന്നെ മഹാനായ ബുറൈദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖദ് കുൻതു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ ഫഖദ് അദിൻ ലിമുഹമ്മദിൻ ഫീ സിയാറത്തിൽ ഖുബൂർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, അതേ ബുറൈദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖബറുകൾ സന്ദർശിക്കുന്നത് ഞാൻ നിങ്ങളോട് നിരോധിച്ചിരുന്നു, എന്നാൽ മുഹമ്മദിന് തന്റെ ഉമ്മയുടെ ഖബർ സന്ദർശിക്കുവാൻ അനുവാദം ലഭിച്ചിരിക്കുന്നു. റസൂലുള്ളാഹിക്ക് ഉമ്മാന്റെ ഖബർ സന്ദർശിക്കാനുള്ള അനുവാദം അല്ലാഹു കൊടുത്തു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഖബറിനെ നിങ്ങൾ സന്ദർശിക്കുവാൻ അനുവാദം തന്നിരിക്കുന്നു, നിങ്ങൾ സന്ദർശിച്ചു കൊള്ളുവീൻ. റസൂലുള്ളാഹിന്റെ അടക്കം, അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം അള്ളാഹുവിന്റെ കൽപ്പന വന്നിട്ടാണ് ഖബർ സിയാറത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലുന്നത് എന്നർത്ഥം. നോക്കൂ നിങ്ങൾ, മറ്റൊരു ഹദീസിൽ കാണാം, നിങ്ങൾക്ക് ഖബർ സിയാറത്ത് വിലക്കിയിരുന്നു, ഇപ്പോൾ നിങ്ങൾക്ക് അനുവദിക്കുകയാണ്. എന്തിനാണ് ഖബർ സിയാറത്ത്? ഫസൂറുഹാ ഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ, നിങ്ങൾക്ക് പരലോകത്തെ കുറിച്ചുള്ള ചിന്തയുണ്ടാകും, ആഖിറത്തിനെ കുറിച്ചുള്ള വിചാരം, പരലോകത്തെ കുറിച്ചുള്ള വിചാരം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാനാണ് ഖബർ സിയാറത്ത് നിങ്ങൾക്ക് പുണ്യമാക്കിയത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. നോക്കൂ നിങ്ങൾ, ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്, നമ്മൾ ഖബർ സിയാറത്ത് കൊണ്ട് നമുക്ക് കിട്ടുന്ന നേട്ടം എന്നുള്ളത് നമ്മൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. മഹാനായ ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഹൃദയം അശ്രദ്ധയിലാകുന്ന ഒരു കാലം നിങ്ങൾക്ക് കടന്നു വന്നാൽ, അതായത് ചില സമയത്തുണ്ടല്ലോ, ചിലപ്പോ ഈമാന് കൂടും, ചിലപ്പോ ഈമാന് കുറയും, നമ്മുടെ കൽബ് അങ്ങനെയാണ്. അപ്പൊ ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യുമ്പോൾ, ഈമാൻ കുറഞ്ഞു എന്ന് നിങ്ങൾക്ക്, ഹൃദയത്തിൽ ഈമാൻ ദുർബലമാകുന്നു എന്ന് നിങ്ങൾക്ക് അനുഭവപ്പെട്ടാൽ, നിങ്ങൾ ഖബറുകളിലേക്ക് നിങ്ങൾ പോവുക, സിയാറത്ത് നിങ്ങൾ നിർവഹിക്കുക. അങ്ങനെ ചെല്ലുമ്പോൾ എന്താകും? ഞാനും ഈ ഖബറിൽ പോയി കിടക്കേണ്ടവനാണ്, എന്നെപ്പോലെ ഭൂമിയിൽ ജീവിച്ചവനാണ്, എന്നെപ്പോലെ ഭൂമിയിൽ വാഹനം ഓടിച്ചവനാണ്, അധ്വാനിച്ച മനുഷ്യനാണ്, എന്നെപ്പോലെ ഇതാ ഈ ഖബറിൽ കിടക്കുന്നയാളും ഒരു കുടുംബത്തിലെ അംഗമായിരുന്നല്ലോ, എന്റെ കൂടെ ജീവിച്ച വ്യക്തിയായിരുന്നല്ലോ, അദ്ദേഹം ഇന്ന് ഖബറിലാണ്, നാളെ ഞാനും ഖബറിലേക്ക് എത്തണമല്ലോ എന്നൊരു വിചാരം നിങ്ങളുടെ മനസ്സിലേക്ക് വരാനാണ് നിങ്ങൾക്ക് ഖബർ സിയാറത്തിനെ നിങ്ങൾക്ക് സുന്നത്താക്കിയത്. നോക്കൂ നിങ്ങൾ, എത്ര മഹത്വമാണ് റസൂലുള്ളാഹിന്റെ വാക്ക്, അല്ലെ? ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന വ്യക്തിക്ക് വേണ്ടി സഹോദരങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും, അതേപോലെ തന്നെ ആ ഖബർ സിയാറത്ത് ചെയ്യുമ്പോഴൊക്കെ നമുക്കുണ്ടാകുന്ന ചിന്ത ഇതാണ്, ഖബർ സിയാറത്ത് ഇസ്ലാം അനുവദിക്കപ്പെട്ടിട്ടുണ്ട്, ആ രൂപത്തിൽ തന്നെ അതിനെ ഉപയോഗപ്പെടുത്തണം എന്നർത്ഥം. സഹോദരങ്ങളെ, മറ്റൊരു ഹദീസിൽ കാണാം, ഖബർ സിയാറത്ത് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടതിന്റെ രണ്ടാമത്തെ ഒരു കാരണം പറയുന്നത്, നിങ്ങൾക്ക് മരണചിന്തയുണ്ടാകാനും പരലോക ചിന്തയുണ്ടാകാനുമാണ് ഒന്ന്. രണ്ടാമത്തെ, ഖബറാളികൾക്ക് വേണ്ടി നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ഖബറിൽ കിടക്കുന്നവർക്കും വേണ്ടി
ദുആ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ രണ്ടാമത്തൊന്ന് ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഖബറിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് സലാം പറയണമെന്നാണ്. അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൽ മുഅ്മിനീൻ. പരിശുദ്ധ ഖുർആൻ മഹാനായ റസൂലുള്ളാഹി പറഞ്ഞ വാക്ക് അസ്സലാമു അലൈക്കും അഹ്ലദ് ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീന വ ഇൻഷാ അല്ലാഹു ബികും ലലാഹിഖൂൻ നസ്അലുല്ലാഹ ലനാ വലകുമുൽ ആഫിയ. ഉണ്ടോ? അഹ്ലദ് ദിയാർ, ഖബറിൽ കിടക്കുന്ന കുടുംബക്കാരെ അല്ലെങ്കിൽ ഖബറിൽ കിടക്കുന്നവരെ, ഖബറാളിക്ക് വേണ്ടി സലാം പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നമ്മുടെ നാട്ടിലുള്ള ഒരു ചർച്ച പ്രകാരം ഖബറിൽ കിടക്കുന്നവർ കേൾക്കൂലല്ലോ എന്നല്ലേ നിങ്ങളുടെ വാദം? കേൾക്കൂലെങ്കിൽ സലാം പറഞ്ഞിട്ട് എന്താ കാര്യം എന്നാ ചോദിക്കുക അല്ലെ? ഖബറിൽ കിടക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ സലാം പറഞ്ഞാൽ ആ സലാമിനെ മലക്കുകൾ എത്തിച്ചു കൊടുക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് ഖബർ സിയാറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അവിടെ ചെല്ലുമ്പോൾ എന്ത് ചെയ്യണമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഖബറിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോ ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി സലാം പറയുകയും ചെയ്യണം എന്നാണ്. നസ്അലുല്ലാഹ ലനാ വലകുമുൽ ആഫിയ. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ആ വാക്കുകൾ നമുക്ക് വ്യക്തമായി നമുക്ക് കാണാം. അല്ലാഹു കണക്കാക്കുമ്പോൾ ഞങ്ങളും നിങ്ങളുടെ അടുക്കലേക്ക് വരും. ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലലാഹിഖൂൻ നസ്അലുല്ലാഹ ലനാ വലകുമുൽ ആഫിയ. ഞങ്ങളും വരും നിങ്ങളുടെ അടുത്തേക്ക്. ഞങ്ങൾ എന്നും ഭൂമിയിൽ അങ്ങനെ ശാശ്വതമായി ജീവിക്കുന്നില്ല. നിങ്ങൾ കിടക്കുന്നത് പോലെ ഞങ്ങൾക്കും വേണ്ടി ഒരു ഖബർ കുഴിച്ച് അല്ലെങ്കിൽ ഒരു ബർസഖിയായ ലോകത്തേക്ക് ഞങ്ങളും എത്താനുണ്ട് എന്ന് ആ ഒറ്റ വാക്കിൽ നിന്ന്, ഒരു ഒറ്റ വരിയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ബർസഖിയായ ലോകത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചുമുള്ള ചിന്ത ജീവിതത്തിൽ ഉണ്ടാകാൻ അള്ളാഹു നമുക്ക് ഖബറിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഖബർ സിയാറത്ത് ചെയ്യാനുള്ള അനുവാദം നൽകി. അതേപോലെ ഖബർ സിയാറത്തുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഖബർ സിയാറത്തിന്റെ പേരിൽ നടക്കുന്നൊരു സമ്പ്രദായം, ഖബറിന്റെ അടുത്ത് വെച്ച് ഖുർആൻ ഓതുന്ന സ്വഭാവം പല നാടുകളിൽ നമുക്ക് കാണാൻ പറ്റും. ഒരു വ്യക്തിയെ ഖബറടക്കുന്ന സമയത്ത് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ ഖബറാളിക്ക് രക്ഷ കിട്ടുമെന്ന് വിശ്വസിക്കുന്നവർ, റസൂലും സ്വഹാബത്തും അത് പഠിപ്പിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഖത്തപ്പുര കെട്ടി ഇന്ന് പല എല്ലാ നാടുകളിൽ നിന്നും എടുത്തുപോയതാണ്. ചില സ്ഥലങ്ങളിൽ ഇന്നും ഉണ്ട്. ഖത്തപ്പുര കെട്ടിയിട്ട് അവിടെ രണ്ടാളെ ഇരുത്തിയിട്ട് ഖുർആൻ ഓതി തീർക്കാം, മുസഹഫ് മുഴുവനും ഓതി തീർക്കുന്ന സമ്പ്രദായം നമ്മുടെ നാടുകളിലൊക്കെ കാണാം. അതിനൊരു ചെറിയ കൂര കെട്ടി വെച്ചിട്ട് അങ്ങനെയുള്ള സന്ദർഭം, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ നാടുകളിലുണ്ട്. അതിനെക്കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞ വാക്കെന്താണെന്നറിയോ? നബി ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ തജ്അലൂ ബുയൂതകും മഖാബിറാ, ലാ തജ്അലൂ നിങ്ങളുടെ വീടുകളെ നിങ്ങളാക്കരുത്, ബുയൂതകും നിങ്ങളുടെ വീടുകളെ, മഖാബിറ ഖബറിടങ്ങളെ ഖബർസ്ഥാനിനെ പോലെ ആക്കരുത്, മഖ്ബറ പോലെ നിങ്ങളുടെ വീടിനെ നിങ്ങളാക്കരുത്. ഇന്ന ശൈത്വാന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശൈത്വാൻ നിങ്ങളുടെ വീടുകൾ ഖുർആൻ ഓതുന്നിടത്തുനിന്ന് ശൈത്താൻ വിരണ്ടോടും. നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഖുർആൻ ഓതാത്ത ശ്മശാനങ്ങളെ പോലെയാക്കരുത്. നോക്കൂ നിങ്ങൾ, വീടുകളിൽ നിങ്ങൾ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യാൻ പറഞ്ഞ ഹദീസിൽ നമുക്ക് കാണാൻ പറ്റുന്ന വാക്കാണ്. വീടുകളിൽ നിങ്ങൾ ഖുർആൻ ഓതണം, നിങ്ങൾ ഖബറിടം പോലെ നിങ്ങളുടെ വീടുകളെ ആക്കരുത് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഖുർആനോത്ത് ഖബറിലില്ല, അത് റസൂലുള്ളാഹി പഠിപ്പിച്ചതല്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ റസൂലുള്ളാഹി ഈ പ്രയോഗം പ്രയോഗിക്കുമായിരുന്നില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിക്കുമായിരുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നതും ഇസ്ലാമിക ചരിത്രങ്ങളിൽ നമുക്ക് കാണാം. മഹാനായ അബൂ ഹനീഫ റഹിമഹുല്ലാ, മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാ, അതേപോലെ തന്നെ ഇമാം അഹ്മദിന്റെ ഒക്കെ ഏകോപിച്ച അഭിപ്രായങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നത് സുമ്മ ഖറഅത ഇൻദൽ ഖുബൂർ മക്റൂഹ, ഖബറിന്റെ അടുത്ത് വെച്ച് ഖുർആൻ ഓതുന്നത് വെറുക്കപ്പെട്ടതാണ്, ഖബറാളിക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കും. അല്ലെങ്കിൽ ഖബറാളിക്ക് വേണ്ടി ഖബറിന്റെ അടുത്തിരുന്ന് ഖബറിൽ കിടക്കുന്ന വ്യക്തിക്ക് വേണ്ടി
ഖുർആൻ ഓതുക എന്ന സമ്പ്രദായം അത് വെറുക്കപ്പെട്ടതാണ്. അബൂ ഹനീഫക്കും അതേപോലെ തന്നെ ഇമാം മാലിക്കിനും അഹ്മദ് റഹിമഹുല്ലാഹ് അവരൊക്കെ പറഞ്ഞത് അത് വെറുക്കപ്പെട്ടതാണ് എന്ന നിലപാടിലാണ് അവരൊക്കെ ഉള്ളത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. അത് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ കൃത്യമായി രേഖപ്പെട്ട് കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നോക്കി നിങ്ങള്, അവിടെ ഒരു ഖബറിന്റെ മുന്നിൽ ചെന്നിട്ട് ഒരു പാരായണം റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഖബർ സിയാറത്തുണ്ട്. ആ ഖബർ സിയാറത്ത് ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവിടുന്ന് സലാം പറഞ്ഞ് മടങ്ങിപ്പോരുക എന്നുള്ളതാണ് വിധി. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ഖബറാളിക്ക് വേണ്ടി നമ്മുടെ നാടുകളിൽ ഖബർ സിയാറത്ത് ചെയ്യാൻ സ്ത്രീകൾ രംഗത്തിറങ്ങുന്ന സ്വഭാവം നമ്മുടെ നാടുകളിലൊക്കെ കാണാം. ഇസ്ലാമിക ചരിത്രങ്ങളിൽ അല്ലെങ്കിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം സ്ത്രീകളുടെ ഖബർ സിയാറത്തുമായി ബന്ധപ്പെട്ട് എന്ത് വിധിയാണ് അള്ളാന്റെ ദീന് പഠിപ്പിച്ചിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. സ്ത്രീകൾക്ക് ഖബർ സിയാറത്ത് സുന്നത്തുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ചുള്ള ഹദീസ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ റസൂലുള്ളാഹ് പഠിപ്പിച്ചിട്ടുണ്ട്. എന്താ റസൂലുള്ളാഹ് പറഞ്ഞത്? ലഅന സവ്വാറാത്തിൽ ഖുബൂർ, സ്ത്രീകളുടെ ഖബർ സിയാറത്ത്, സ്ത്രീകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബർ സിയാറത്ത് ചെയ്യുന്ന സ്ത്രീകളെ അള്ളാന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു. ഖബർ സിയാറത്ത് ചെയ്യുന്ന സ്ത്രീകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചിരിക്കുന്നു. ഇമാം തിർമിദിയുടെ 1056 നമ്പർ ഹദീസാണ്. 1056 നമ്പർ ഹദീസാണ്. മറ്റൊരു റിപ്പോർട്ട് നമുക്ക് ഇങ്ങനെ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഅനല്ലാഹു സവ്വാറാത്തുൽ ഖുബൂർ, അല്ലാഹു ഖബർ സിയാറത്ത് ചെയ്യുന്ന സ്ത്രീകളെ അല്ലാഹു ശപിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇത് ശൈഖ് അൽബാനി സ്വഹീഹാണെന്ന് രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ പറ്റും. ഈ തിർമിദി ഉദ്ധരിച്ച ഹദീസ് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ചരിത്രങ്ങളിൽ ഹദീസിന്റെ താളുകളിൽ നമുക്ക് വ്യക്തമായി കാണാം. സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഇത് വിലക്കപ്പെട്ടത്? എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഖബർ സിയാറത്തിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചത്? ഖബർ സിയാറത്തിന്റെ പേരിൽ സഹോദരങ്ങളെ നമ്മുടെ നാടുകളിലൊക്കെ ഇന്ന് സ്ത്രീകൾ പോകുന്നുണ്ട്. ഖബറുകൾ കാണുമ്പോൾ പല സ്ത്രീകളും ലോല മനസ്സുള്ള ആളുകളാണ്, അവർ ദുർബലരാണ്, അവർക്ക് വലിയ അപകടങ്ങൾ പരിക്കുകൾ അതുകൊണ്ട് ഉണ്ടായേക്കാം, അതുകൊണ്ട് അവർക്ക് തടയപ്പെട്ടതായിരിക്കാം എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു നമുക്ക് കാണാം. അതുകൊണ്ട് അത് പ്രോത്സാഹിപ്പിച്ചതല്ല. ഇനി പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ കാണാം. ഒരു പെണ്ണ് അത്യാവശ്യം മനക്കരുത്തുള്ള, പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്ന ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഈ ഒരു നിയമം വരുമോ ഇല്ലയോ എന്നുള്ള ചർച്ച കാണാം. ഇത് അവർക്ക് ബാധകമല്ല എന്നും കാണാം. അല്ലാഹു അലം. ഈ വിഷയത്തിൽ എന്തായാലും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഖബർ സിയാറത്ത് അത്ര പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ള വിഷയമല്ല. അത് അല്ലാഹുവിന്റെ ദീന് അത്ര പ്രശംസിച്ച് അവർക്ക് പഠിപ്പിച്ചിട്ടുള്ള ഒരു സുന്നത്തായ ഒരു പുണ്യമായി പഠിപ്പിച്ചിട്ടുള്ള വിഷയമായി നമ്മൾ കാണേണ്ടതില്ല എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. സഹോദരങ്ങളെ, ഖബർ സിയാറത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇനി നമ്മുടെ നാടുകളിൽ നടക്കുന്ന ചില ഖബറുകളുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ നമ്മൾ അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ട വിഷയങ്ങളുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ജീവിക്കുന്ന സമ്പ്രദായങ്ങൾ കാണാം. ഒന്ന്, സിയാറത്ത് എവിടേക്കാണ് ഇസ്ലാം അനുവദിച്ചിട്ടുള്ളത്? ഒരു ഖബർ ഇന്ന് നമ്മുടെ നാടുകളിൽ സിയാറത്ത് ടൂറ്, പള്ളിയില് ഒരു ഉസ്താദിന്റെ കീഴിൽ കുറെ ആളുകൾ കൂടിയിട്ട് ഒരു സിയാറത്ത് ടൂറ്, നാഗൂർ, അജ്മീർ, മുത്തപ്പേട്ട, ഏർവാടി പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് സിയാറത്ത് ടൂറ് പോകാം. എന്നിട്ട് അതിന് പ്രത്യേക ഫണ്ടൊക്കെ നിശ്ചയിച്ച് ഈ ഒരു ഉംറ ഗ്രൂപ്പ് ഒക്കെ പോണ പോലെ നമ്മുടെ നാടുകളിൽ കാണാം സിയാറത്ത് ടൂർ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലേക്ക് ടൂർ പോകുന്ന സമ്പ്രദായം ഇസ്ലാം അനുവദിച്ചതാണോ? അള്ളാന്റെ ദീനത് പഠിപ്പിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ അനുവദിക്കപ്പെട്ട 3 സ്ഥലങ്ങളുള്ളൂ. ആ 3 സ്ഥലങ്ങൾ ഏതാ? ഒന്ന്, മക്കയിലെ മസ്ജിദുൽ ഹറമാണ്. മക്കയിലേക്കുള്ള, കഅബയിലേക്കുള്ള
യാത്രയാണ്, 2 മദീന പള്ളിയാണ്, 3 മസ്ജിദുൽ അഖ്സയാണ്. ഈ 3 സ്ഥലങ്ങളിലേക്കല്ലാതെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പാടില്ലെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു മുസ്ലിമിന് പുണ്യം പ്രതീക്ഷിച്ച് യാത്ര ചെയ്യാൻ അനുവദിക്കപ്പെട്ട മേഖല ഏതാണ്? ഒരു സിയാറത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത്ര വിശാലമായ ഒരു യാത്ര ഉണ്ടെങ്കിൽ അത് അതിനു വേണ്ടി മാത്രമാണ്. പക്ഷേ നമ്മുടെ നാടുകളിൽ നടക്കുന്ന ഈ ഒരു യാത്രയെ സംബന്ധിച്ചുള്ള വിധി എന്താ? വിലക്കപ്പെട്ടതാണ്, അള്ളാന്റെ ദീനിന് വിരുദ്ധമാണ്. ഈ മാത്രമല്ല, അവിടെ പോയി ചെയ്യുന്ന പണി എന്താ? ദീനിനോട് യോജിച്ചതാ? ഇസ്ലാമിനോട് യോജിച്ചതാ? നോക്കൂ നിങ്ങൾ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഏതൊരു കാര്യവും ഇസ്ലാമിൽ മാനദണ്ഡമാകണമെങ്കിൽ അത് റസൂലും സ്വഹാബത്തും നമുക്ക് പഠിപ്പിച്ചിരിക്കണം. നമ്മുടെ നാടുകളിൽ കെട്ടി ഉയർത്തപ്പെടുന്ന ഖബറുകളുണ്ട്. ഇപ്പോ സിയാറത്ത് ടൂർ പാടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും എവിടേക്ക് ഇപ്പൊ സിയാറത്ത് പോവുക? അത് നമ്മുടെ നാട്ടിലെ ഖബർസ്ഥാനിൽ പോകണം. നമ്മുടെ ഉമ്മാനെ ഖബറടക്കിയിട്ടുള്ള, നമ്മുടെ ഉപ്പയെ ഖബറടക്കിയിട്ടുള്ള, നമ്മളെ കുടുംബാംഗങ്ങളെ, നമ്മുടെ നാട്ടുകാരെ ഖബറടക്കിയിട്ടുള്ള നമ്മുടെ നാട്ടിലെ ഖബർസ്ഥാനിലേക്ക് പോകണം. അതിന് പ്രത്യേക സമയമൊന്നും കാണണ്ട. അതൊരു വെള്ളിയാഴ്ച ദിവസം പോകല് ബർക്കത്താണ്, അങ്ങനൊന്നുമില്ല. പെരുന്നാളിന്റെ ദിവസം പ്രത്യേകം ഒരു സുന്നത്താണ്, അങ്ങനെ ഒരു വിധിയൊന്നും അള്ളാന്റെ ദീന് പഠിപ്പിച്ചിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ പറഞ്ഞത്, ഈമാൻ നിങ്ങൾക്ക് കുറയുന്നു എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ഖബർ സിയാറത്ത് ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സിയാറത്ത് ചെയ്തിരുന്നു. ഇസ്ലാമിക ചരിത്രത്തിൽ കാണാം, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖബർ സിയാറത്തിന് വേണ്ടി ബഖീഉൽ ഖർഖദിലേക്ക് കയറി ചെല്ലുന്നു. ബഖീയിലേക്ക്, മദീനയിലെ ഖബർസ്ഥാനിലേക്ക് കയറി ചെന്നിട്ട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖബറാളികളെ, ഇന്ന് നിങ്ങളുടെ ഗതി എന്താണ്? ഖബറാളികളെ, അദ്ദേഹം സംസാരിക്കുകയാണ്. ഖബറിൽ കിടക്കുന്നവരെ ഇന്ന് നിങ്ങളുടെ അവസ്ഥ എന്താണ്? നിങ്ങളുടെ ഖബറിൽ കിടക്കുന്ന ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാർ മറ്റൊരുത്തന്റെ മണവാട്ടിയായി പുതിയ മണിയറ പങ്കിട്ടു തുടങ്ങി. നിങ്ങളുടെ ഗതി എന്താണ്? ഖബറിൽ കിടക്കുന്ന ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർ മറ്റൊരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. നിങ്ങളുടെ ഖബറിലെ ഗതി എന്താണ്? ഖബറിൽ കിടക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ സ്വത്തൊക്കെ ഓഹരി വെച്ചുകൊണ്ട് അവരവരുടെ ജീവിതം ഉഷാറാക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ അവർക്ക് കുറവായിക്കൊണ്ടിരിക്കുന്നു. ഖബറിൽ കിടക്കുന്ന മക്കളെ, മാതാപിതാക്കൾ പോലും നിങ്ങളെ മറന്നുകൊണ്ടിരിക്കുന്ന കാലമായിരിക്കുന്നു. ഇന്ന് നിങ്ങളുടെ ഗതി എന്താണ്? ഖബർ സിയാറത്ത് ചെയ്യുന്ന അലി റളിയല്ലാഹു അൻഹുവിന്റെ വാക്കാണ്. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ സംസാരത്തെ ഈ ഖബറാലിക്ക് കേൾക്കാനും ഖബറാലിക്ക് ഉത്തരം പറയാനും കഴിയുമായിരുന്നുവെങ്കിൽ അവരിങ്ങനെ പറയുമായിരുന്നു, അലിയെ, ഖബർ എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ലോകമാണ് അലി. നാളെ റബ്ബിന്റെ കോടതിയിലേക്കുള്ള ആ കവാടമായ ഖബറിലെ ആ ജീവിതത്തെ കുറിച്ച് അലി റളിയല്ലാഹു അൻഹു പറയാണ്, ആ ഒരു രംഗത്തെ പറഞ്ഞ് എന്റെ മുന്നിൽ വിവരിക്കുമായിരുന്നു. ദുനിയാവ് വെറും ഒരു കുമിളയാണ്, തെക്കുവക്കാണ് സ്ഥാനം അലി എന്ന് ഖബറാളികൾ എന്നോട് പറയുമായിരുന്നു. എന്റെ സംസാരം അവൾ കേൾക്കുമായിരുന്നുവെങ്കിൽ, എന്റെ സംസാരത്തിന് അവർ ഉത്തരം പറയാൻ അവർക്ക് കഴിയുമായിരുന്നുവെങ്കിൽ. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ സിയാറത്തിന്റെ ചരിത്രം വിശദീകരിക്കുന്നിടത്ത് സഹോദരങ്ങളെ, വ്യക്തമായി അദ്ദേഹം ഖബറാളികളുമായി ഖബറിനെ കുറിച്ച് ഓർത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമുക്ക് കാണാം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ സിയാറത്ത് ചെയ്യും. ഖബർ കാണുമ്പോൾ അദ്ദേഹം പൊട്ടിക്കരയും, ഖബർ കാണുമ്പോഴൊക്കെ കരയും. എല്ലാ സന്ദർഭങ്ങളിലും അങ്ങനെയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബർ സിയാറത്ത് ചെയ്തത് ചരിത്രത്തിൽ നമുക്ക് കാണാം. ഇതൊക്കെ ജീവിതത്തിൽ സഹോദരങ്ങളെ ഖബറുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയങ്ങളിൽ സിയാറത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കാണാം. പക്ഷേ ഈ സിയാറത്തുകളൊക്കെ എവിടെയാണ്? റസൂലുള്ള മദീനത്താണ്, മദീനയിലെ ഖബർസ്ഥാനിലാണ്. അള്ളാന്റെ റസൂൽ മക്കത്താണ്, മക്കയിലുള്ള ഖബർസ്ഥാനിലാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായി പഠിപ്പിച്ച ശൈലി അതാണ്. അതുകൊണ്ട് ആ രൂപത്തിലുള്ള സിയാറത്തുകൾ നമ്മൾ നിർവഹിക്കാം. അല്ലാതെ ടൂർ പോകാനോ ആ ടൂർ എന്ന പേരിൽ ഒരു യാത്ര ചെയ്യാനോ, ഇന്ന് യാത്ര എന്നുള്ളത് മഹറമിന്റെ നിയമം പോലും ലംഘിച്ചുകൊണ്ടാണ്, ഹറാമായ രൂപത്തിലുള്ള യാത്രകൾ ചെയ്ത് ഹറാമിന്റെ മേലെ ഹറാമുകൾ ചെയ്തുകൊണ്ടാണ് നമ്മുടെ നാടുകളിൽ സിയാറത്തിന്റെ മറവിലൊക്കെ ഒരുപാട് വേണ്ടാത്തരങ്ങൾ നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏത് തരത്തിലാണ് ഇസ്ലാമിക ലോകത്ത് ഏത് പണ്ഡിതന്മാരാണ് സഹോദരങ്ങളെ സിയാറത്ത്, ഇങ്ങനെ ഒരു സിയാറത്തിനെ കുറിച്ച് പഠിപ്പിച്ചത്? ഇമാം ഷാഫിഈക്ക് പരിചയമുണ്ടോ? ഇമാം മാലിക്കിന് പരിചയമുണ്ടോ? ഏതെങ്കിലും ഒരു മദ്ഹബിന്റെ ഇമാമിന് പരിചയമുണ്ടോ എന്ന് ചോദിച്ചാൽ ആർക്കും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഗൗരവമായ വിഷയമാണ്.
ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ഈ പോകുന്നതൊക്കെ കെട്ടി ഉയർത്തപ്പെട്ട ജാറങ്ങളിലേക്കാണ്. ഇസ്ലാമിൽ ഖബർ കെട്ടി ഉയർത്തുന്നതിന്റെ വിധി എന്താ? അള്ളാഹുവിന്റെ ദീന വിഷയമായി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യം എന്താണ്? ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരിക്കുന്നു. എന്തിനെ? അയ്യുജസ്സസുൽ ഖബറു വഅയ്യുഖഅദ അലൈഹി അയ്യുബ്നാ അലൈഹി. ഖബർ കെട്ടിപ്പൊക്കുന്നതിനെ, ഖബറിന്റെ മുകളിൽ കുമ്മായമടിക്കുന്നതിനെ, ഖബറിന്റെ മുകളിൽ കയറിയിരിക്കുന്നതിനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരിക്കുന്നു. റസൂലുള്ള വിലക്കിയ സമ്പ്രദായമാണ് ഖബർ കെട്ടിപ്പൊക്കുക എന്നുള്ളത്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ജാബിർ റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് നിവേദനം ചെയ്യുന്നത്. ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ഈ ഹദീസ് നിവേദനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ ഗൗരവമായി മനസ്സിലാക്കുക. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, കെട്ടി ഉയർത്തുന്ന ഖബറുകളുടെ മുന്നിൽ ചെന്ന് മുത്തുന്നതും അതിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നതും അവിടെ അത്തരം കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതും നിങ്ങൾക്ക് അല്ലാഹു വിലക്കിയതാണ്. അല്ലാഹു വിലക്കിയതാണ്. പക്ഷേ എത്ര ഗൗരവമാണ് ഇത്തരം വിഷയങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിങ്ങൾ. വഫാത്താകുന്ന നേരത്ത് റസൂലുള്ള പറഞ്ഞ വാക്കെന്താ? ഇന്ന് നമ്മുടെ നാട്ടില് ഖബർ സിയാറത്ത് സുന്നത്തല്ല, ഖബർ സിയാറത്ത് നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള കെട്ടി ഉയർത്തുന്ന ഖബറുകളെ കുറിച്ച് ചർച്ച ചെയ്താൽ, ഖബർ കെട്ടിപ്പൊക്കാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ പറയെന്താ? ഈ ഹദീസ് പറഞ്ഞു കൊടുത്താൽ ഖബർ കെട്ടിപ്പൊക്കുന്നതും ഖബറിന്റെ മുകളിൽ കുമ്മായമടിക്കുന്നതും അതിന്റെ മുകളിൽ കയറിയിരിക്കുന്നതും അള്ളാഹുവിന്റെ റസൂല് വിലക്കിയതാണെന്ന് മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസില്ലേ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ചില ആൾക്കാർ വ്യാഖ്യാനിക്കുക എങ്ങനെയെന്നറിയോ? അത് സാധാരണക്കാരന്റെ ഖബറിനെ കുറിച്ച് പറഞ്ഞ ഹദീസാണ്. അത് മഹാന്മാരുടെ ഖബർ അതിൽ ബാധകല്ല. മഹാന്മാരുടെ ഖബർ കെട്ടിപ്പൊക്കാം. ഇത് സാധാരണക്കാരന്റെ ഖബറിനെ കുറിച്ച് പറഞ്ഞതാണ് എന്നാണ് പല ആൾക്കാരും അതിനെ വ്യാഖ്യാനിക്കുക. സഹോദരങ്ങളെ, അവിടെ നമ്മൾ അടിവരട്ട് മനസ്സിലാക്കേണ്ട വിഷയം എന്താ അറിയോ? അള്ളാഹുവിന്റെ റസൂല് വഫാത്താകുന്ന നേരത്ത് പോലും ആവർത്തിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ? ലഅനല്ലാഹു യഹൂദ വന്നസ്വാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ. ലഅനല്ലാഹ്, അല്ലാഹു ശപിച്ചിരിക്കുന്നു. എന്തിനെ? യഹൂദ വന്നസ്വാറ, യഹൂദികളെയും നസ്വാറാക്കളെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. എന്തേ കാരണം? ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ. മറ്റൊരിടത്ത് സ്വാലിഹിം എന്ന് കാണാം. അമ്പിയാക്കന്മാരുടെയും സ്വാലിഹീങ്ങളുടെയും ഖബർ കെട്ടി ഉയർത്തി അതിന്റെ മുന്നിൽ ആരാധന നടത്തിയത് കൊണ്ട് അള്ളാഹു യഹൂദികളെയും നസ്വാറാക്കളെയും ശപിച്ചിരിക്കുന്നു. എന്താ വിധി? സാധാരണക്കാരന്റെ ഖബറാണെന്ന് പറയുമ്പോ നമ്മൾ എടുത്തു കൊടുക്കേണ്ട ഹദീസാണിത്. വഫാത്താകുന്ന നേരത്ത് പോലും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കാണിത്. ലഅനല്ലാഹു യഹൂദ വന്നസ്വാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ. അമ്പിയാക്കന്മാരുടെ ഖബറുകൾ കെട്ടിപ്പൊക്കിയതിന്റെ പേരിൽ യഹൂദി നസ്വാറാക്കളെ അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരു വ്യക്തിയുടെ ഖബറും കെട്ടി ഉയർത്താൻ പാടില്ല. പിന്നെ ഖബർ എത്ര പൊങ്ങാം? വിധിയുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്തിന്റെ ചുമതല കൊടുത്ത് പറഞ്ഞേക്ക. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി പറഞ്ഞു, യാ അലി, അലിയെ നീ പോകുന്ന ഇടങ്ങളിൽ ആ രാജ്യത്തിന് ഭരണം കിട്ടിയതിന് ശേഷമാണ് റസൂലുള്ളാഹിന്റെ ഈ വാക്ക്. ഭരണം റസൂലുള്ളാഹിന്റെ കയ്യിൽ കിട്ടിയതിന് ശേഷമാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ വാക്ക്. നീ പോകുന്ന സ്ഥലങ്ങളിൽ കെട്ടി ഉയർത്തപ്പെട്ട ഖബറുകൾ ഉണ്ടെങ്കിൽ വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു, ഒരു ചാണിന് മുകളിൽ പൊന്തി നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഖബർ കണ്ടാൽ അത് പൊളിച്ചു കളയണം അലി എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. നോക്കി, നിങ്ങൾ ഖബർ കെട്ടിപ്പൊക്കാൻ തെളിവില്ല, മറിച്ച് കെട്ടിപ്പൊക്കിയ ഖബർ പൊളിക്കാനേ ഇതിൽ തെളിവുള്ളൂ. അത് ഇനി നമ്മൾ പോയി പൊളിക്കാൻ പറ്റുമോ? പറ്റൂല. അതിനൊരു വിധിയുണ്ട്. അതൊരു ഭരണകൂടം ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ ആവാം. രണ്ടാമത്തത് ആ ഖബർ ഉണ്ടാക്കിയവർക്ക് അത് പൊളിക്കാം. ഒന്ന്, ഭരണാധികാരികൾ ചെയ്യാം. രണ്ട്, ഖബർ ഉണ്ടാക്കി കെട്ടിപ്പൊക്കിയവർക്ക് അത് പൊളിക്കാം. ഇത് കേട്ടിട്ട് ഖബർ പൊളിക്കാനുള്ള പ്രചോദനമാണ് കൊടുക്കുന്നത് എന്ന് പറയേണ്ടെന്ന് കരുതിയിട്ടാണ് ഈ സംഭവം വ്യക്തമായിട്ട് വിശദീകരിക്കുന്നത്. അള്ളാഹുവിന്റെ ദീന് പഠിപ്പിച്ചത് ഖബറുകൾ കെട്ടിപ്പൊക്കാനോ അതിന്റെ മുകളിൽ ഇരിക്കാനോ കുമ്മായമടിക്കാനോ അവിടെ സുജൂദ് ചെയ്യലോ അതൊന്നും അള്ളാഹുവിന്റെ ദീന്
അനുവദിച്ചു തന്നതല്ല. നിങ്ങൾ നോക്കൂ, വഫാത്താകുന്ന നേരത്ത് ഇപ്പൊ നമ്മുടെ നാടുകളിൽ ഉറൂസുകൾ നടക്കുന്നു. പല മക്ബറകളിൽ ഇപ്പൊ നമ്മളെ കോഴിക്കോട് ഇവിടെ അടുത്ത് തന്നെ ഒരു ജാറത്തെ കുറിച്ച് പറഞ്ഞല്ലോ. എന്താണ് മഹത്വം, എന്താണ് മഹിമ? പല രൂപത്തിലാണ് വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും, പല കോലത്തിലാണ്, അല്ലേ? സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആശയ ആദർശങ്ങൾക്ക് വിരുദ്ധമായ ചിന്താഗതികൾ നമ്മുടെ നാടുകളിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ അടിവരട്ട് മനസ്സിലാക്കേണ്ട, ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട വിഷയം, ഇസ്ലാമിക ലോകത്ത് ഖബറുമായി ബന്ധപ്പെട്ട വിഷയം ഇങ്ങനെ വിവരിക്കപ്പെടുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇനി നോക്കൂ, ഹദീസുകളിൽ കാണാം വഫാത്താകുന്ന നേരത്ത് റസൂലുള്ളാഹിന്റെ ദുആ, പ്രവാചകന്റെ പ്രാർത്ഥനകൾ. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രാർത്ഥനകൾ, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, എന്റെ ഖബറിനെ നീ ആരാധിക്കുന്ന ബിംബമാക്കി മാറ്റല്ല റബ്ബേ. എന്റെ ഖബറിനെ നീ ആരാധിക്കുന്ന വിഗ്രഹമാക്കി മാറ്റല്ല റബ്ബേ. സ്വഹാബത്തിനോട് കൽപ്പിച്ചു, എന്റെ ഖബറിനെ നിങ്ങൾ ആരാധനയുടെ കേന്ദ്രമാക്കി മാറ്റരുത് കേട്ടോ. മറ്റൊരു പ്രാർത്ഥന കാണാം, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദാ, എന്റെ ഖബറിനെ ആഘോഷത്തിന്റെ കേന്ദ്രമാക്കി മാറ്റരുതേ. ലാ തജ്അൽ ഖബരി ഈദാ, എന്റെ ഖബറിനെ നിങ്ങൾ ഈദിന്റെ ആഘോഷത്തിന്റെ കേന്ദ്രമാക്കരുത്. ഈദ് എന്ന പദത്തിന്റെ ഉറുദു വേടെന്താ? ഉറൂസ് എന്നാണ്, അല്ലേ? ഈദ് എന്ന് പറഞ്ഞാൽ ആഘോഷം, ആഘോഷത്തിന്റെ ഉറുദു വേടാണെന്ത്? ഉറൂസ്. എന്റെ ഖബറിടത്തെ നിങ്ങൾ ഉറൂസിന്റെ കേന്ദ്രമാക്കരുത്. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതാണ്. റസൂലുള്ളാഹിന്റെ ഖബറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അപ്പുറത്തേക്ക് ഇനി ഏതാ മഹാനുള്ളത്? ഏത് മഹത്വമാണ് നമുക്ക് ആളുകൾക്ക് വകവെച്ചു കൊടുക്കാനുള്ളത്? ഇല്ലല്ലോ പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഇത്തരം വിഷയത്തിലൊക്കെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകൾ വ്യക്തമാണ്. ഇസ്ലാമിൽ നേർച്ചയുണ്ടോ? അതിന്റെ വിധികൾ, അതിന്റെ നിയമങ്ങൾ അള്ളാഹുവിന്റെ ദീന് വ്യക്തമായി പഠിപ്പിക്കുന്നു. ഇസ്ലാമിൽ വലിയുണ്ടോ, ഔലിയ ഉണ്ടോ, ഔലിയാഇന് കറാമത്തുണ്ടോ? ഇതൊക്കെ ദീന് വ്യക്തമായി തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അലാ, നിങ്ങൾ അറിയണം, ഇന്ന ഔലിയാ അല്ലാഹ്, ആരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കളെന്ന് നിങ്ങൾ അറിയണം. ആരാണ് റബ്ബിന്റെ ഔലിയാക്കളെന്ന് നിങ്ങൾ അറിയണം. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ലാ ഖൗഫുൻ അലൈഹിം, ഒരു വലിയന്റെ പ്രത്യേകത, അവരൊന്നിനെയും ഭയപ്പെടാത്തവരാണ്. റബ്ബിനെ മാത്രമാണ് അവർ ഭയപ്പെട്ട് ജീവിക്കുക, മറ്റൊന്നിനെയും അവർ പേടിക്കുകയില്ല. വലാ ഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കുകയുമില്ല. ജീവിതത്തെ റബ്ബിലേക്ക് ബരമേൽപ്പിക്കുന്നവരാണ്. എന്നിട്ട് വല്ലദീന ആമനൂ, അവർ വിശ്വാസികളായിരിക്കും. വകാനൂ യത്തഖൂൻ, അവർ തഖ്വയോടുകൂടി ജീവിക്കുന്നവരായിരിക്കും. എന്തൊക്കെ ക്വാളിറ്റിയാ പറഞ്ഞത്? തഖ്വയുള്ളവരായിരിക്കും, ഈമാനുള്ളവരായിരിക്കും. ഇത് വിശ്വാസികളുടെ വലിയന്റെ ക്വാളിറ്റിയായി അള്ളാഹു പഠിപ്പിച്ചതാണ്. അവർ തവക്കുലോടെ ജീവിക്കുന്നവരാണ്. അള്ളാനെ ഭയപ്പെട്ട് ഭൂമിയിലെ മറ്റാരെയും ഭയപ്പെടാതെ ജീവിക്കുന്നവരായിരിക്കും. നമുക്ക് വിധിയാണ്. ഇതൊക്കെ അവരുടെ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞതാണ്. സൂറത്തുൽ അൻഫാലിലെ 8-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വചനത്തിൽ അല്ലാഹു പഠിപ്പിച്ചു, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുന്നത് കാണാം, ഒരു വലിയ അല്ലെങ്കിൽ ഒരു മുഅ്മിനിന്റെ, ഇന്നമൽ മുഅ്മിനൂൻ, തീർച്ചയായും വിശ്വാസികൾ, അല്ലദീന ഇദാ ദുകിറല്ലാഹ്, ഇതൊരു വിശ്വാസിയുടെ ഒരു വലിയന്റെ ക്വാളിറ്റിയാണ്. എന്താ അത്? അവരുടെ പ്രത്യേകത, അള്ളാഹിനെ കുറിച്ച് അവരോട് പറയപ്പെട്ടാൽ വജിലത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയം ഒന്ന് വിറച്ചു പോകും, ഹൃദയത്തിൽ ഒരു വിറയൽ ഉണ്ടാകും. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു, രണ്ടാമത്തെ പ്രത്യേകത, ആയത്തുകൾ അവർക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ, റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങൾ അവരുടെ മുന്നിൽ വിവരിക്കപ്പെട്ടാൽ, അവരുടെ പ്രത്യേകത അവർക്ക് സാദത്തുഹും ഈമാനാ, ഈമാൻ ഒന്നുകൂടി വർദ്ധിക്കും. ഒന്ന്, അള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ ഒരു വലിയന്റെ ഹൃദയം വിറക്കും.
രണ്ട്, അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോ അള്ളാഹുവിന്റെ കലാമിന് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണിക്കപ്പെടുമ്പോൾ, ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ ഈമാൻ വർദ്ധിക്കും. ഈമാൻ ഉള്ളവനാണ് എന്ന് ഒന്നുകൂടി ഈമാൻ രൂഢമൂലമാകും. മൂന്നാമത്തെ പ്രത്യേകത വഅലാ റബ്ബിഹിം യതവക്കലൂൻ, ജീവിതത്തെ റബ്ബിലേക്ക് ബരമേൽപ്പിക്കുന്ന ആളുകളായിരിക്കും. സൂറത്തുൽ അൻഫാലിലെ 2-ാമത്തെ വചനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതാണ് വലിയ. ഇനി ആ വലിയന് കറാമത്തുണ്ടോ? ഇസ്ലാമിൽ കറാമത്തുണ്ട്. കറാമത്ത് എങ്ങനെ പ്രകടമാകുക, ഏത് രൂപത്തിലാണ് കറാമത്തിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചിട്ടുള്ളത് ഒക്കെ നമുക്ക് ഹദീസുകളിൽ കാണാം. വലിയുണ്ടെന്ന് മനസ്സിലായി. ആരാണ് ഈ വലിയ? വലിയന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കും? നമ്മളെ കൂട്ടത്തിൽ ആരാ വലിയെന്ന് ഒരാൾക്ക് പെട്ടെന്ന് പറയാൻ കഴിയില്ല. അത് അയാളുടെ ഈമാനുമായി തഖ്വയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയമാണ്. ഇനി ഒരാൾക്ക് ഒരു കറാമത്ത് ഒരാൾക്ക് പ്രകടമായി ജീവിതത്തിൽ സംഭവിക്കാം. അത് മനസ്സിലായത് ഒരു കറാമത്താണെന്ന് ബോധ്യപ്പെടുന്ന രൂപത്തിൽ പ്രകടമായാൽ തന്നെ ഒരു വിശ്വാസി എന്താ ചെയ്യുക? അത് നാട്ടുകാരോട് പറയില്ല, അത് മറച്ചു വെക്കും, സ്വകാര്യമായി സൂക്ഷിക്കും. ഇതൊരു വിശ്വാസി ചെയ്യേണ്ട പണി അതാ. ചെന്ന് നമ്മുടെ നാട്ടിൽ കറാമത്തിന്റെ കഥകൾ നാട്ടിൽ പറഞ്ഞു നടക്കുക. നാടുകൾ മുഴുവനും കറാമത്തിന്റെ കഥകൾ നോക്കൂ നിങ്ങൾ. എത്രമാത്രം ഖബറുകൾക്ക് മൈലേജ് കിട്ടാൻ വേണ്ടി, കെട്ടി ഉയർത്തിയ മഖബറകൾക്ക് മൈലേജ് കിട്ടാൻ വേണ്ടി ഇല്ലാത്ത കഥകൾ പാവപ്പെട്ട മുസ്ലിം സമൂഹത്തെ കൊണ്ട് വിശ്വസിപ്പിക്കുന്ന രംഗം നമ്മുടെ നാടുകളിൽ കാണാം. എത്രത്തോളം ലോകം നിയന്ത്രിക്കുന്നത് ഒരു മഹാനാണെന്ന് വരെ നമ്മുടെ നാടുകളിൽ വിശദീകരിച്ചില്ലേ? മുദബ്ബിറുൽ ആലം, ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്നത് CM മടവൂർ എന്ന ശൈഖാണെന്ന് പച്ചയായി നമ്മുടെ നാടുകളിൽ ആളുകൾ പ്രചരിപ്പിച്ച രംഗങ്ങൾ നമ്മുടെ നാട്ടിൽ എന്നും ആളുകൾ പറഞ്ഞു നടക്കണില്ലേ? എല്ലാ അർത്ഥത്തിലും. ഇതെന്തിനാണെന്നറിയാം ഞാൻ ഈ രൂപത്തിൽ തന്നെ പറഞ്ഞത്? ബോധ്യപ്പെടണം സഹോദരങ്ങളെ, ബോധ്യപ്പെടണം. ഇതൊക്കെ ഇത്തരം കെട്ടി ഉയർത്തിയ ഖബറുകൾക്ക് മൈലേജ് ഉണ്ടാകാനും അതിനുവേണ്ടി പ്രത്യേകം വരുമാനം സ്വീകരിക്കാനും വേണ്ടി ആളുകൾ പ്രചരിപ്പിക്കുന്ന പ്രചാരണങ്ങളിൽ നമ്മൾ കുടുങ്ങിപ്പോകരുത്. അള്ളാന്റെ ദീനിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. എല്ലാ വിഷയത്തിലും ഒരു വസത്തായ, ഒരു മധ്യമമായ നിലപാടുണ്ട്. ആ നിലപാട് അത് ഖുർആനും സുന്നത്തും പഠിപ്പിക്കുന്ന നിലപാടാണ്. ആ നിലപാടിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. ആ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? ഞാൻ ഖുർആൻ അനുസരിച്ചാണ്, അള്ളാന്റെ റസൂല് പറഞ്ഞതുപോലെയാണ് ഞാൻ എന്റെ വിശ്വാസത്തെയും കർമ്മങ്ങളെയും ഞാൻ ശരിപ്പെടുത്തിയിട്ടുള്ളത് എന്നൊരാൾക്ക് ഉറപ്പിച്ച് പറയാൻ കഴിഞ്ഞാൽ അതവന്റെ വിജയമാണ്. ആ ഖുർആനിലേക്കും സുന്നത്തിലേക്കും നമ്മൾ ആളുകളെ ക്ഷണിക്കുന്നുള്ളൂ. ആ ഖുർആനിലേക്ക് വരൂ, ഹദീസിലേക്ക് വരൂ, അതാണ് നിങ്ങൾക്ക് വിജയത്തിന്റെ വഴി എന്നാണ് നമ്മൾ ജനങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് ഒരു കറാമത്തിന്റെ കഥകളിലും നമ്മൾ പെട്ടുപോകരുത്. ഇസ്ലാമിന്റെ ചരിത്രങ്ങളിൽ കറാമത്തിന്റെ ചില ഉദാഹരണങ്ങൾ പറയാം. നമുക്കറിയാം ഏറ്റവും വലിയ വലിയാര, നമ്മൾ കണ്ട ഏറ്റവും വലിയ വലിയാര, ഔലിയ ആരാന്ന് ചോദിച്ചാൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിക ചരിത്രത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ വായിക്കുന്നു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ വായിക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, സ്വഹാബികളെ സ്വർഗത്തിൽ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സ്വർഗത്തിന് 8 കവാടങ്ങളിലെ ആ 8 കവാടങ്ങളിലെ എല്ലാ കവാടത്തിലൂടെയും ഒരു വ്യക്തിയെ ആളുകൾ നാളെ റബ്ബിന്റെ സ്വർഗത്തിലേക്ക് മലക്കുകൾ സ്വാഗതം ചെയ്യും. മർഹബൻ മർഹബൻ എന്ന് വിളിക്കും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് സ്വഹാബത്തിനോട്, മലക്കുകൾ കവാടത്തിൽ നിന്ന് 8 കവാടത്തിൽ നിന്നും മലക്കുകൾ സ്വാഗതം ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തെ ഞാൻ അറിയും, അദ്ദേഹത്തിന്റെ ഉമ്മാനെ ഞാൻ അറിയും, അദ്ദേഹത്തിന്റെ വാപ്പാനെ ഞാൻ അറിയും. അള്ളാഹുവിന്റെ റസൂൽ ഇത് പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോ സ്വഹാബത്തിന്റെ മനസ്സിൽ തോന്നുകയാണ്, ആരായിരിക്കും, ഞാനായിരുന്നുവെങ്കിൽ എന്ന് തോന്നുമ്പോ റസൂലുള്ളാഹിനോട് സ്വഹാബത്ത് ചോദിച്ചു, റസൂലേ ആരാണ് ആ സൗഭാഗ്യവാൻ? ഇരിക്കുന്ന സ്വഹാബത്തിനോട് റസൂലുള്ള പറയുകയാണ്, നിങ്ങൾക്ക് മനസ്സിലായില്ലേ സ്വഹാബ, ഒന്നാമത്തെ സഫിന്റെ വലതുഭാഗത്ത് തലതാഴ്ത്തിയിരിക്കുന്ന അബൂബക്കറില്ലേ, ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നാളെ സ്വർഗത്തിന്റെ 8 കവാടങ്ങളിലും സ്വാഗതം ചെയ്യപ്പെടും. മർഹബൻ യാ അബൂബക്കർ, മർഹബൻ യാ അബൂബക്കർ എന്ന് അബൂബക്കറിനെ മലക്കുകൾ സ്വാഗതം ചെയ്യും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്.
ഈ ഈ ഈ ചരിത്രം, ഈ വാക്ക് പറയുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു സദസ്സിലുണ്ട്. അങ്ങനെയുള്ള സ്ഥാനമുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലും എത്ര വിനയാന്വിതനായിട്ടാണ് ഭൂമിയിൽ ജീവിച്ചു പോയത്. നമ്മൾ കണ്ട വലിയതാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. യാ ഉമർ, ഉമറേ അൻത ഫാറൂഖ് യാ ഉമർ, സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്നവനാണ് ഉമറേ താങ്കൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്ഥാനം നൽകിയ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജ് പോയപ്പോ സ്വർഗത്തിൽ ഒരു കൊട്ടാരം കണ്ടു. റസൂൽ വിശദീകരിക്കുകയാണ്, ആ കൊട്ടാരം എന്റേതായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചു. ഞാൻ അതിലേക്ക് കാലെടുത്തു വെക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു മലക്കിനോട്, ഇത് ആരുടെ കൊട്ടാരമാണ് എന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ മലക്കുകൾ എന്നോട് പറഞ്ഞത്, അതേ അവിടെ നിന്നോട് വിവരിക്കപ്പെട്ടത്, ഇത് ഉമറിന് വേണ്ടിയുള്ള ഒരുക്കി വെച്ച കൊട്ടാരമാണ് നബിയേ എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്റെ കാല് പിറകിലേക്ക് വലിച്ചു. ഉമറിന്റെ അനുവാദമില്ലാതെ സ്വർഗത്തിലെ ഉമറിന്റെ കൊട്ടാരത്തിലേക്ക് കാലെടുത്തു വെച്ചാൽ ഉമറിനത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് ഞാൻ വിചാരിച്ചപ്പോ ഞാൻ അവിടെ നിന്ന് പിന്നിലേക്ക് പോന്നു എന്ന് പറയുമ്പോ ഒന്നാമത്തെ സൊഫിൽ ഇരിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് രണ്ട് മുട്ടുംകാലിലും ഊന്നി നിന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ നേരെ കൈ ഉയർത്തിയിട്ടില്ല. യാ റസൂലല്ലാഹ്, നബിയെ അങ്ങനെ പറയല്ലേ നബിയേ, എന്റെ സന്തോഷത്തിൽ അങ്ങ് പങ്കാളിയാകുന്നത് എനിക്കിഷ്ടമാണ് നബിയേ എന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് പറയുന്ന മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ചരിത്രത്തിൽ നമുക്ക് കാണാമെങ്കിൽ ആ ഉമറിനേക്കാൾ വലിയ വലിയുണ്ടോ? ആ അബൂബക്കറിനേക്കാൾ വലിയ വലിയുണ്ടോ? അവരെവിടെയാണ് കറാമത്തുകൾ വിവരിച്ചൊരു ചരിത്രം പറഞ്ഞത്? എവിടെങ്കിലും ഉണ്ടോ? ഉണ്ടോ പ്രിയമുള്ളവരെ? പരിശുദ്ധ ഖുർആനിൽ ഒരു വലിയത്തിന്റെ, ഒരു വലിയത്തായ ഒരു സ്ത്രീയുടെ കറാമത്ത് വിശദീകരിക്കുന്നത് കാണാം. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം, സക്കരിയ നബിയുടെ കൂടെ പള്ളിയിൽ ഉണ്ടായിരുന്ന മറിയം ബീവിയുടെ ചരിത്രം വിവരിക്കുന്നിടത്ത് കാണാം, ഭക്ഷണമില്ലാതിരിക്കുന്ന മറിയമിന് ഭക്ഷണം അന്വേഷിച്ചു പോയ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം തിരിച്ചു വരുമ്പോ കാണുന്നത് മറിയമിന്റെ മുന്നിൽ ഭക്ഷണം ഇരിക്കുന്നതാണ്. മറിയമിനോട് ചോദിച്ചു, മറിയമേ നിനക്ക് എവിടുന്നായി ഭക്ഷണം കിട്ടിയത് മറിയമേ എന്ന് ചോദിച്ചപ്പോ മറിയം ബീവി പറഞ്ഞ വാക്ക്, അതെനിക്ക് എന്റെ റബ്ബ് ഇറക്കി തന്നതാണ്. കറാമത്ത് കണ്ണുകൊണ്ട് കണ്ട വ്യക്തിയാണ് മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം. കണ്ണുകൊണ്ട് കാണാതെ മുന്നിലേക്ക് ഭക്ഷണം ഇറങ്ങി വന്നിട്ട് ഭക്ഷണം അല്ലാഹ് ഇറക്കി കൊടുത്ത രംഗം ചരിത്രത്തിൽ കണ്ടതല്ലേ? പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് കാണാം, ആ സമയത്ത് സക്കരിയ നബി റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന കൂടി ഖുർആനിൽ കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രംഗം കാണിച്ചു കൊടുത്തപ്പോൾ സക്കരിയ നബി അത് കണ്ടപ്പോൾ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു എന്ന് കാണാം. പരിശുദ്ധ ഖുർആനിൽ കാഫ് ഹാ യാ ഐൻ സ്വാദ് ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ ഖാല റബ്ബി ഇന്നി വഹനൽ അൽമു മിന്നി വസ്തഅല الرأس شيبا ولم أكن بدعائك رب شقيا. അവിടെ സക്കരിയ നബിയുടെ പ്രാർത്ഥന ശ്രദ്ധേയമാണ്. കറാമത്ത് ഏതൊരു വ്യക്തിക്ക് കറാമത്ത് കിട്ടിയോ ആ കറാമത്ത് ലഭിച്ച വലിയത്തിനോടല്ല സക്കരിയ നബി തേടിയത്. ഈ കറാമത്ത് കണ്ടപ്പോ സക്കരിയ നബിയുടെ കൈകൾ ഉയർന്നത് ആ കറാമത്തിന് നൽകിയ റബ്ബിന്റെ അടുക്കലേക്കാണ് കൈകൾ ഉയർന്നത്. എന്നിട്ട് പ്രാർത്ഥിച്ചു, റബ്ബേ, എന്റെ റബ്ബേ, മറിയമിന് കറാമത്ത് പ്രകടിപ്പിച്ച ഭക്ഷണം നൽകിയ റബ്ബേ, ഇതാ എന്റെ മുടിയൊക്കെ നിരയാൽ ബാധിച്ചിരിക്കുന്നു, എന്റെ മുടിയൊക്കെ നിര ബാധിച്ചിരിക്കുന്നു, വെട്ടിത്തിളങ്ങുന്ന മുടിയാണ്, എന്റെ എല്ലിന്റെ ബലം നഷ്ടപ്പെട്ടു തുടങ്ങി, എന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു തുടങ്ങി, വാർദ്ധക്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് റബ്ബേ. എനിക്കൊരു കുഞ്ഞിക്കാലെ കാണാനുള്ള തൗഫീഖ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. നിന്നോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ മതി വന്നിട്ടില്ല റബ്ബേ, ഞാൻ ഭാഗ്യം കെട്ടവനായിട്ടില്ല നാഥാ. അതുകൊണ്ട് റബ്ബേ, മറിയമിന് കറാമത്ത് പ്രകടിപ്പിച്ച റബ്ബേ, നിന്നോട് ഞാൻ ചോദിക്കുന്നത് യരിസുനീ
ويرث من آل يعقوب واجعله رب رضيا. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചത് എന്താ? എനിക്കൊരു വാരിസിനെ തരണം പടച്ചോനെ. യരിസുനി വയരിസു മിൻ ആലി യഅഖൂബ് വജഅൽഹു റബ്ബി റദിയ. ഏത് വാരിസ്? എന്റെ ഉത്തരവാദിത്തം ഈ പ്രബോധനം എന്ന ചുമതല ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു വാരിസിനെ നീ എനിക്ക് നൽകണം റബ്ബേ. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുമ്പോ വയസ്സ് 100. വയസ്സ് 100നോടടുത്ത് നിൽക്കുന്ന പ്രായം. ആ സക്കരിയ നബി ഭാര്യ മച്ചിയാണ്, അവൾ പ്രസവിക്കില്ല, നല്ല കാലത്ത് പ്രസവിച്ചിട്ടില്ല, എന്നിട്ടും പ്രാർത്ഥന നിർത്തിയില്ല. 1. 2, സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഈ പ്രാർത്ഥനയ്ക്ക് പ്രചോദനമായത് എന്താ? മറിയം ബീവിക്ക് കറാമത്ത് കിട്ടിയതാ. ഇത് ഖുർആൻ ആ രംഗം വിശദീകരിക്കുന്നത് എന്തിനാ? ഖുർആൻ ആ രംഗം വിവരിച്ചു തരുന്നത് സഹോദരങ്ങളെ ഈ പാഠങ്ങൾ ഉൾക്കൊള്ളാനാണ്. ഏത് പാഠം? കറാമത്ത് ഏതൊരു വ്യക്തിക്ക് കിട്ടിയോ ആ കിട്ടിയ വ്യക്തിയോടല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, മറിച്ച് നമ്മൾ ദുആ ചെയ്യേണ്ടത് ഏതൊരു റബ്ബാണോ കറാമത്ത് നൽകിയത് ആ റബ്ബിനോടാണ് കാര്യങ്ങൾ ചോദിക്കേണ്ടത്. അവനാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവൻ, അവനാണ് നമ്മുടെ കാര്യങ്ങൾ നേടിത്തരുന്നവൻ. അതുകൊണ്ട് കൈകൾ ഉയരേണ്ടത് റബ്ബിലേക്കാണ്. ഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവോട് ചോദിക്കണം. വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. നിങ്ങൾ സഹായം തേടുകയാണെങ്കിൽ അല്ലാഹുവോട് നിങ്ങൾ സഹായം തേടണം. വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും. വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, ഉദ്ഉനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്തോ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. പരിശുദ്ധ ഖുർആനിൽ എത്ര സ്ഥലങ്ങളിൽ അല്ലാഹു ഇത്തരം വാക്കുകൾ ഉപയോഗിച്ചു. വഅന്നൽ മസാജിദ ലില്ലാഹ്, പള്ളികളൊക്കെ അല്ലാഹുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, അവിടെ വെച്ച് നിങ്ങൾ അല്ലാഹു അല്ലാത്ത ഒരാളെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത്. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നത് നേരെ തല തിരിച്ചാണ്. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വിശദീകരിക്കാനുണ്ട്. പക്ഷേ സമയക്കുറവ് കൊണ്ട് ഞാൻ എന്റെ സംസാരം ഇവിടെ അവസാനിപ്പിക്കുമ്പോ സഹോദരങ്ങളെ, തൗഹീദും സുന്നത്തും ശിർക്കും ബിദ്അത്തുകളൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കുന്ന നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ ചേർത്ത് പഠിക്കേണ്ട വിഷയം, നമ്മുടെ ജീവിതത്തെ നമ്മൾ ശുദ്ധീകരിക്കണം. നല്ല മനസ്സിന്റെ ഉടമകളായി നമ്മൾ ജീവിക്കണം. അസൂയ, പക, വെറുപ്പ്, വിദ്വേഷം പോലുള്ള സംഭവങ്ങളൊക്കെ തുടച്ചു മാറ്റണം. ജീവിതം ആരോടും പകയില്ല, ആരോടും വെറുപ്പില്ല, ആരോടും വിദ്വേഷമില്ല എന്ന് ഉറപ്പുവരുത്താൻ കഴിയണം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖിനെ നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, കൽബ് നന്നാവണം. കൽബ് നന്നായാലേ ശരീരം നന്നാവുള്ളൂ. നമ്മൾ എത്ര മിനിക്ക് നടന്നിട്ടും കാര്യമില്ല. അലാ വഇന്ന ഫിൽ ജസദി മുദ്അ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. നിങ്ങളെ കൽബുകൾ നന്നാക്കിയാൽ, കൽബ് കേടുവന്ന ശരീരം മുഴുവനും കേടുവന്നു. കൽബ് നന്നായാൽ ശരീരം മുഴുവനും നന്നായി. അതുകൊണ്ട് എല്ലാ പകയും വെറുപ്പും വിദ്വേഷമൊക്കെ മാറ്റണം. തൗഹീദ് ഉണ്ട് എന്ന് ഉൾക്കൊണ്ടൊരു വ്യക്തിക്ക് ഇനി ഉണ്ടാവേണ്ട ഒരു ക്വാളിറ്റി ഇതാണ്. ഖുർആനും സുന്നത്തും സ്വീകരിച്ച്, സ്വഹാബത്ത് സ്വീകരിച്ച പോലെ സ്വീകരിച്ച് കഴിയുന്ന ഒരു വ്യക്തി, തൗഹീദ് ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തി പിന്നെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ശൈത്താൻ ഇടപെടുന്ന പ്രധാന മേഖല കൽബിൽ കയറിയിട്ട് അസൂയും പകയും ഈ കുശുമ്പൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി. അതുകൊണ്ട് അത്തരത്തിൽ ആരോടും വെറുപ്പില്ല എന്ന് ഉറപ്പുവരുത്തുക. സ്നേഹിക്കുക, അള്ളാഹ്ക്ക് വേണ്ടി മനുഷ്യന്മാരെ പരസ്പരം സ്നേഹിക്കുക. അതേപോലെ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയോടുകൂടി ജീവിക്കുക. എൻ്റെ ഉമ്മമാരോട്, എൻ്റെ സഹോദരിമാരോടൊക്കെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഭർത്താവിൻ്റെ മുന്നിൽ ഒരു ഭാര്യ എന്ന സ്ഥാനം നമ്മൾ നിർവഹിക്കുമ്പോൾ അള്ളാഹിന്റെ ദീന് പഠിപ്പിച്ചതുപോലെ അനുസരണമുള്ള ഒരു പെണ്ണായി, ഒരു ഭാര്യയായി ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയാം. ഏറ്റവും വലിയ ഖൈറ് എന്നുള്ളത് അതാണ്. ഒരു കുടുംബരംഗത്തൊക്കെ ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹുവിന്റെ ദീന് പഠിപ്പിച്ച ഒരു നല്ല പെണ്ണിനെ കുറിച്ച് റസൂലുള്ളാഹി പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ച ക്വാളിറ്റികൾ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഉണ്ടാവണം. വീട്ടിലെ ദിക്റുകൾ, ദുആകളൊക്കെ ജീവിതത്തിൽ നിരന്തരം കൊണ്ടു നടക്കണം. അധികാറുകൾ ജീവിതത്തിൽ ഉണ്ടാവണം. ദിക്റുകൾ വർദ്ധിപ്പിക്കുക, അയൽവാസികളുമായുള്ള ബന്ധം നന്നാക്കുക, കുടുംബ ബന്ധങ്ങളെ വിളക്കി ചേർക്കുക. ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് പഠിക്കേണ്ട വിഷയങ്ങളാണ്. മനസ്സിലായോ? ആഖിറത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു കിടക്കുന്ന സമയത്ത് കൽബിൽ നിന്ന് അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണേ റബ്ബേ, അല്ലാഹുമ്മ ഗഫിർ ലഹു എന്നൊരാൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന നല്ല ബന്ധങ്ങളെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ഏറ്റവും വലിയ ഖൈറാണ്. ആരും വെറുപ്പിച്ചിട്ടില്ലെങ്കിൽ സഹോദരങ്ങളെ, നമ്മളെ മയ്യത്തിന്റെ മുന്നിൽ വന്നിട്ട് ഒരാൾ
അത് പോയി കിട്ടി എന്ന് പറയുന്ന ഒരു ജീവിതം ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ ദുരന്തം വേറെ ഏതാ സഹോദരങ്ങളെ? അതിനേക്കാൾ ദുരന്തം വേറെ ഏതാ? അതുകൊണ്ട് മനസ്സിൽ നിന്ന്, ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല ബന്ധങ്ങളെ നമ്മൾ ചേർത്ത് വെക്കുന്നത്. കുടുംബത്തിലാവട്ടെ, അയൽപ്പക്കങ്ങളിലാവട്ടെ, നമ്മുടെ ചുറ്റുപാടുകളിലുള്ളവരാവട്ടെ, ജോലി ചെയ്യുന്നിടത്തുള്ളവരാകട്ടെ, എവിടെയാണെങ്കിലും അവിടെയൊക്കെ ചേർത്ത് വെച്ചാൽ അതിന്റെ ഹൈറുകൾ നമുക്ക് നാളെ റബ്ബിന്റെ കോടതിയിൽ അനുഭവിക്കാൻ പറ്റും. ഇസ്ലാമിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്താതെ ജീവിക്കുക. നമസ്കാരം അക്കാര്യത്തിൽ വെടുപ്പും വൃത്തിയിലും സഹോദരങ്ങളെ ഇബാദത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. ഒരു വഖ്ത് നഷ്ടപ്പെടുത്താതെ പുരുഷന്മാരെ ജമാഅത്തിന് പള്ളികളിലെത്തി ഒരു വഖ്ത് നഷ്ടപ്പെടുത്താതെ പള്ളികളിൽ ചെന്ന് ജമാഅത്തായി നിർവഹിക്കാൻ പുരുഷന്മാർക്ക് കഴിയണം. ഉമ്മമാരെ സമയം തെറ്റിക്കാതെ ഖളാ ആയി പോകാതെ കൃത്യസമയത്ത് നമസ്കരിക്കാൻ എന്ത് തിരക്കുകൾ ഉണ്ടെങ്കിലും ബാങ്ക് കേട്ടോ അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ സമയമായോ തൽക്കാലം ആ പണിയൊന്ന് നിർത്തിവെച്ച് ഒന്ന് ഒന്നുയെടുത്ത് ശുദ്ധിയായി മുസല്ല വിരിച്ച് ആശ്വാസത്തിലൊന്ന് നമസ്കരിച്ച് എന്നിട്ട് അതിന് ശേഷം നമ്മുടെ പണികൾ തുടരാമല്ലോ. അതുകൊണ്ട് നിസ്കാരങ്ങൾ ബാത്തിലാക്കി കളയരുത്, അല്ലെ? ആരെങ്കിലും മനഃപൂർവ്വം നിസ്കാരത്തെ ഒഴിവാക്കിയാൽ അവൻ കാഫിറാണ്. സഹോദരങ്ങളെ, കാഫിറായി കഴിഞ്ഞാൽ റബ്ബിന്റെ കോടതിയിൽ കനത്ത ശിക്ഷ നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരും. അതുകൊണ്ട് മരിക്കണമെന്നൊരു ബോധം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുക. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ നഫ്സുകളും മരണത്തിന്റെ രുചി അനുഭവിക്കുക തന്നെ ചെയ്യും, ആസ്വദിക്കുക തന്നെ ചെയ്യും. നമ്മളൊക്കെ മരിക്കും. പള്ളിക്കാട്ടിലേക്ക്, ഖബറിലേക്ക് നമ്മുടെ മയ്യത്തിനെ ചുമന്നു കൊണ്ടുപോകുന്ന ഒരു ദിവസം വരും. ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ ഞാനെന്ന ശരീരം മയ്യത്തുകട്ടിലിൽ ആടിയുലയുന്ന ഒരു ദിവസം നമുക്കൊക്കെ അനുഭവിക്കാനുള്ളതാണ്, അല്ലേ? ആ ഖബറിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ എന്തുണ്ട് പാതേയമായി. ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കി. ആഖിറത്തിലേക്ക് വേണ്ടി എന്താ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്? എന്താ നമ്മളെ കയ്യിലുള്ളത്? സ്വയം നമ്മൾ ഖൽബിനോട് ചോദിക്കാം. മരിക്കുന്ന നേരത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരൊറ്റ വാക്ക് അതുകൂടി വിശദീകരിച്ചിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. മരിക്കുന്ന നേരത്ത് രണ്ട് കണ്ണെന്നും കണ്ണീരുകൾ ഇങ്ങനെ ചാലിട്ടൊഴുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണീരുകൾ ചാലിട്ടൊഴുകുമ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, അബൂ ഹുറൈറ, എന്തിനാ അബൂ ഹുറൈറ കരയുന്നത്? ഈ മരിക്കുന്ന നേരത്ത് എന്തിനാണ് അബൂ ഹുറൈറ കരയുന്നത്? ജീവിതം ധന്യമായിരുന്നില്ലേ, പിന്നെ എന്തിനാ പേടിക്കണത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ മരണത്തെ പേടിച്ച് കരയല്ല. എന്റെ ബേജാർ എന്താ അറിയോ? സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ ഇനിയും ഒരുപാട് കടമ്പകൾ ഞാൻ താണ്ടി കടക്കണം. എന്റെ ബേജാറ് വൽ മൗതു ഖരീബ്, എന്നിലേക്ക് മരണമടുത്തു. ഇനി ആഖിറത്തിലേക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പണിയെടുക്കാൻ ഈ ഭൂമിയിൽ എനിക്ക് ചാൻസ് ഇല്ല. അതിനെക്കുറിച്ച് ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത്. എന്റെ അമലുകൾ എന്റെ റബ്ബ് സ്വീകരിച്ചിട്ടുണ്ടാവോ? എന്റെ റബ്ബിന്റെ കോടതിയിൽ എന്നെ സ്വീകരിക്കുമോ? ഒരു പേടിയാണ് അദ്ദേഹത്തിന്റെ ഖൽബിൽ. സഹോദരങ്ങളെ, ആ പേടി നമുക്കും വേണം. സഹോദരിമാരെ, ഇസ്ലാമിക വേഷവിധാനങ്ങളിൽ നമ്മൾ ആ ശ്രദ്ധ പാലിക്കണം. ആ ഒരു ബോധം നമ്മുടെ ഖൽബിൽ വേണം. മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ, ഇടപാടുകൾ നടത്തുമ്പോൾ, ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ, കച്ചവടം ചെയ്യുമ്പോൾ എല്ലാ രംഗങ്ങളിലും ആ ഒരു പേടിയും സൂക്ഷ്മതയും ഉണ്ടാവണം. മൊബൈലെടുത്ത് ഒറ്റക്കൊരു റൂമിലിരുന്ന് വൃത്തികേടുകൾക്ക് മുന്നിലേക്ക് ഇങ്ങനെ സ്ക്രീനിലേക്ക് മിന്നിത്തിളങ്ങുമ്പോ അതിനേക്ക് അനുവദിക്കപ്പെട്ടതല്ല എന്ന് തോന്നിയാൽ സഹോദരങ്ങൾ അത് ഓഫ് ചെയ്ത് നമ്മളൊന്ന് സൈലന്റ് ആയാൽ വലിയ ഹൈറുകൾ ഉണ്ടാവും. പക്ഷെ ശൈത്താൻ നമ്മളത് ഓഫ് ചെയ്യാൻ അനുവദിക്കൂല. നമ്മളങ്ങനെ കൊണ്ടുപോകും അതിൻ്റെ ആസ്വാദനത്തിന്റെ ലോകത്തേക്ക്, ഹറാമിന്റെ ലോകത്തേക്ക്. അവിടെ നിന്നൊക്കെ രക്ഷപ്പെടണം. എല്ലാ ഹറാമുകളിൽ നിന്നും രക്ഷപ്പെടുക, എല്ലാ ശിർക്കിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും രക്ഷപ്പെടുക, സകല ബിദ്അത്തുകളിൽ നിന്നും രക്ഷപ്പെടുക, അള്ളാഹുവിന്റെ ദീനിനെ അടിയുറച്ച് മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുക. ആധുനിക തലമുറ ഈ ലിബറൽ ചിന്താഗതികളൊക്കെ നമ്മുടെ കുട്ടികളുടെ തലയിലേക്ക് വരുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വ്യക്തമായ ദീന് നമ്മുടെ കുട്ടികൾക്ക് കൈമാറി കൊടുക്കുക. ആ രൂപത്തിലേക്കൊക്കെ ജീവിതത്തെ നമ്മൾ ക്രമീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സ്വഹാബത്ത് പോയ സ്വർഗത്തിലേക്ക് എത്താൻ അവർ കാണിച്ചു തന്ന വഴികൾ അത് വ്യക്തമായി സ്വീകരിച്ച് മുന്നോട്ട് പോയി നമ്മുടെ ജീവിതത്തെ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ കെട്ടിപ്പടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വന്ന സകല തിന്മകളും അള്ളാഹു നമ്മിൽ നിന്ന് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നാളെ റബ്ബിന്റെ കോടതിയിൽ എരിപിരി കൊള്ളുന്ന വെയിലത്ത്
അർശിന്റെ തണൽ ലഭിക്കുന്ന വിഭാഗത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നാടുകളിൽ സമാധാനമുള്ള അന്തരീക്ഷം അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. ഭീകര തീവ്ര പ്രവർത്തനങ്ങൾ നടത്തുന്ന ഭരണാധികാരികളെ അള്ളാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. ഏറ്റവും നല്ല ഭരണകൂടത്തെ അള്ളാഹു നമ്മുടെ മുന്നിലേക്ക് അള്ളാഹു സമ്മാനിക്കുമാറാവട്ടെ. ഫലസ്തീനിന്റെ മണ്ണിൽ കണ്ണീരോടെ ജീവിക്കുന്ന പാവപ്പെട്ട സഹോദരങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈമാനും മനക്കരുത്തും അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ അനുഭവിക്കുന്ന ഓരോ പ്രയാസങ്ങൾക്കും അർഹമായ പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തുമാറാവട്ടെ. അവരിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ എല്ലാവരെയും അള്ളാഹു ശുഹദാക്കളുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മളെയും ഒക്കെ അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ജീവിത കാലയളവിൽ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിച്ച് സലാമത്തോടെ സമാധാനത്തോടു കൂടി ജീവിച്ച് മരിക്കാനുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിനെ ഉരുവിട്ടുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖിനെ അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم أصلح حال إخواننا وأهلنا في فلسطين. اللهم أصلح حال إخواننا وأهلنا في فلسطين. اللهم أصلح حال إخواننا وأهلنا في فلسطين. اللهم طهر المسجد الأقصى. اللهم احفظ المسجد الأقصى. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.